Good evening, dear students. We have our exam. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എക്സാം എളുപ്പമായിരുന്നു. എക്സാമിന്റെ പാറ്റേണിന്റെ പ്രത്യേകത നമുക്കറിയാം തിയറിറ്റിക്കൽ ക്വസ്റ്റ്യനും ഉണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമ്മളെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ബ്രില്യന്റിന്റെ മെറ്റീരിയലുകളിൽ നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് എക്സാംസ് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ നമുക്കറിയാം നമ്മൾ NCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് പഠിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു JEE Main. അപ്പോൾ അതുപോലെ തന്നെ NCERT ടെക്സ്റ്റിൽ നിന്ന് ചില വാല്യൂസ് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് എക്സാം ഉണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ എല്ലാ വർഷങ്ങളിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ബ്രില്യന്റിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ റിസൾട്ട് നല്ല ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതിൻ്റെ ആൻസർ കീയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് പവർ ഓഫ് ദി ലെൻസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. P = 1 ഫോക്കൽ ലെങ്ത്. വേർ ഫോക്കൽ ലെങ്ത് ആണ് അതിൻ്റെ ഡയമെൻഷൻ എല്ലാമാണ് നമുക്കറിയാം. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് പവർ L⁻⁻1 m⁻0 T⁻0 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് വരിക, L⁻⁻1 m⁻0 T⁻0. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പവർ ഓഫ് ദി ലെൻസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ടെക്നോളജി റിലേറ്റഡ് വിത്ത് ദി ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ. അപ്പോൾ അത് നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ എയറോപ്ലെയിനിൻ്റെ ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, എയറോപ്ലെയിൻ. ബാക്കിയുള്ളതൊന്നും വരുമല്ലോ നമുക്കറിയാം. റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്കറിയാം അവിടെ വേവ് നേച്ചർ അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ട്രോൺ ബീമിനോട് അസോസിയേറ്റഡ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ റിസോൾവിംഗ് പവർ പ്രൊപ്പോർഷണൽ 1/λ. അപ്പോൾ ലാംഡ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ബീം കുറവായതുകൊണ്ട് റിസോൾവിംഗ് പവർ കൂട്ടാനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ സ്റ്റീം എഞ്ചിൻ്റെ പ്രിൻസിപ്പിൾ ഡിഫറൻ്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇതെല്ലാം നമുക്കറിയാം, ബാക്കിയുള്ളതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, എയറോപ്ലെയിൻ. സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പക്ഷേ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The final result of the sum of values 523.32 അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. റൗണ്ടഡ് ഓഫ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പം നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തുവാ, നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക, 107.3 ആണ് ഒരു നമ്പർ. അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റാണ് ഉള്ളത്? ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിലും എത്രയേ കാണാവുള്ളൂ? ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എത്ര ആൻസർ ഉണ്ടെന്ന് നോക്കിയാൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ആൻസർ എ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓപ്ഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ സം എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം, ആൻസർ ഓപ്ഷൻ എ വരും. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, സൈക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ ആൻഡ് കവേഴ്സ് 120 meter in 10 seconds. Then his acceleration in meter/second². അവിടെ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സലറേഷൻ യൂണിഫോം ആണ്. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം ആണെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് S = ½ t² when initial velocity is 0. സിമ്പിൾ ഇക്വേഷൻ ആണ്. S നമുക്ക് തന്നിട്ടുണ്ട് 120 ആണ്. ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ 10² 100/2. അപ്പോൾ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ നിയർലി 2.4 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൽട്ട് ഒന്നുമില്ല. അഞ്ചാമത്തെ ചോദ്യം, ദി ആംഗിൾ മെയ്ഡ് ബൈ 3i⁻ + 3j⁻ വിത്ത് x ആക്സിസ്. നമുക്കറിയാം നിങ്ങൾ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്ത് കാണും. ഇവിടെ പ്രത്യേകത എന്തുവാ, എക്സ് കോമ്പണന്റ് ഓഫ് ദി വെക്ടർ 3, വൈ കോമ്പണന്റ് ഓഫ് ദി വെക്ടറും 3. എക്സ് കോമ്പണന്റും വൈ കോമ്പണന്റും ഈക്വൽ ആണ്. വെക്ടർ XY പ്ലെയിനിലാണ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ മെയ്ഡ് ബൈ ദി വെക്ടർ വിത്ത് ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ് സെയിം ആണ്. അത് എത്ര വരും? 45 ഡിഗ്രി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ tan θ = y കോമ്പണന്റ് / x കോമ്പണന്റ് എടുക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്കറിയാം ആംഗിൾ ഈക്വൽ ആണ്, 45 ഡിഗ്രി ആണ്. ഓപ്ഷൻ ഇ ആണ് വരിക. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ പ്രൊജക്ടൈൽ മോഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് ഇൻവേരിയന്റ് ത്രൂ ഔട്ട് ഈസ്. നമുക്കറിയാം നമ്മൾ പല തവണ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നമ്മൾ എക്സാമിൽ എഴുതി പലതവണ പരിചയിച്ചതാണ്.
പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ആണോ? അല്ല. വെർട്ടിക്കൽ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റി, അത് കോൺസ്റ്റന്റ് അല്ല. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി നമുക്കറിയാം, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ല, അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ലീനിയർ മൊമെന്റം ഒക്കെ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം അത് ഡ്യൂറിംഗ് ദി മോഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരിക. സെവൻത് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് 5 പാർട്ടിക്കിൾസ് എ ബി സി ആൻഡ് ഡി. ഈ കറക്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിമ്പിൾ ആണ്. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ. അപ്പോൾ ഒരു പരാബോളിക് വേരിയേഷൻ ആണ് വരിക. അപ്പോൾ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഇയുടെ പ്രത്യേകം നമുക്കറിയാം, ടി കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആഫ്റ്റർ എ ടൈം വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ ഇ ഡെഫിനറ്റ്ലി റോങ് ആണ്. ഓപ്ഷൻ ഡിയിൽ നോക്കാം, ആദ്യം കുറേ സമയത്തിന് വെലോസിറ്റി 0 ആണ്. അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ എന്നുള്ള കണ്ടീഷനിൽ അപ്പോൾ ആൻസർ തെറ്റാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എയും ബിയും ആണ്. ഇത് നമുക്കറിയാം വി പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ ആണെങ്കിൽ ആസ് ടൈം പാസസ് സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഇൻക്രീസിങ്. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ആൻസർ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വി പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ കർവ്ഡ് ഗ്രാഫ് നമുക്കറിയാം. പക്ഷേ 8th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ടു സോളിഡ് സർഫസസ് ആണ്. ബോയിൻ ഫോഴ്സ് നമുക്കറിയാം ലിക്വിഡിൽ ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതും കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ്. എയർ റെസിസ്റ്റൻസ് നമുക്കറിയാം, അതും എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ്. വിസ്കസ് ഫോഴ്സ് ഈസ് ഓൾസോ എ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം പാർട്ടിക്കിൾസ് അറ്റ് സെപ്പറേഷൻ ആണെങ്കിൽ മാസുകൾ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ വരും. 9th ക്വസ്റ്റ്യൻ, 2 bodies of mass m and 4m have kinetic energy is in the ratio 1:2. Their linear momenta are in the ratio. സിമ്പിളാണ്. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു. P1 P2ന്റെ റേഷ്യോ കാണും. സിമ്പിൾ അല്ലേ? റൂട്ട് ഓഫ് m1/m2 ഇൻറ്റു E1/E2 വരും. മാസ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ m, സെക്കൻഡ് പാർട്ടിക്കിൾ 4. അപ്പോൾ m/4m. എനർജി എത്രയാണെന്ന് പറഞ്ഞേക്കുന്ന റേഷ്യോ 1:2 ആണ്. അപ്പോൾ എം ക്യാൻസൽ ആയി പോയി. 1/4 ഇൻറ്റു 2ന്റെ റൂട്ട് വരും. 4ന്റെ റൂട്ട് 2 ആണ്. താഴെ റൂട്ട് 2 വരും. അപ്പോൾ 1/2 റൂട്ട് 2 ആണ് വരുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ആൻസർ ഏതാ? 1:2 റൂട്ട് 2 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് 10th ക്വസ്റ്റ്യൻ, വർക്ക് എനർജി തിയറം ഈസ് ആൻ ഇന്റഗ്രൽ ഫോം ഓഫ്. എല്ലാവർക്കും ഫെമിലിയർ ആണ്, നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. സ്കെയിലാർ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമുക്ക് വർക്ക് എനർജി തിയറം വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ആൻസർ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. പക്ഷേ 11th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം, അത് നമ്മൾ വളരെ തവണ അരച്ച് കലക്കി പഠിച്ചിട്ടുള്ളതാണ്. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ്. ശരിയാണോ? അല്ലോ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ സം ഓഫ് ദി കൈനറ്റിക് എനർജി is converted into deformation potential energy, so kinetic energy is not conserved, only linear momentum is conserved. അപ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സെക്കൻഡ്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം ഈസ് കൺസർവ്ഡ് ആൻഡ് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ വായിച്ച് നോക്കിയേക്കണം. നമുക്ക് നോക്കിയാൽ അതോടെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം ഈസ് കൺസർവ്ഡ്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. തെറ്റാണ്. കാരണം ഇലാസ്റ്റിക് കൊളീഷനിൽ ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ് ആണ്. പക്ഷേ അടുത്ത ഇൻഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം ഈസ് നോട്ട് കൺസർവ്ഡ്. തെറ്റാണ്, നമുക്കറിയാം. ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ മൊമെന്റം ഈസ് നോട്ട് കൺസർവ്ഡ് നോക്കേണ്ട ആവശ്യമുള്ള ഓൺലി പോസിബിലിറ്റി ആൻസർ ബി മാത്രമേ ഉള്ളൂ. പക്ഷേ 12th ക്വസ്റ്റ്യൻ, ടഗ് ഓഫ് വാർ 2 ഓപ്പോസിറ്റ് teams pull the rope with an equal and opposite force of 20 kilonewton each. At the end of the rope, if the equilibrium condition exists in the rope, the tension in it is. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു റോപ്പിന്റെ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ആൾക്കാർ വലിക്കുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവിടെ നിന്നൊരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് തീർച്ചയായിട്ടും ആക്ട് ചെയ്യും.
അപ്പോൾ ആ എഫും കൂടെ ക്യാൻസലായി പോവില്ല. കാരണം നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മെറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ എക്സാമിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സിൽ വലിച്ചാൽ ആ സ്ട്രിങ്ങിൻ്റെ മാസ്ലെസ് സ്ട്രിങ്ങിൻ്റെ എല്ലാ സ്ഥലത്തുമുള്ള ടെൻഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇൻ ഇക്വിലിബ്രിയം നമുക്കറിയാം. അപ്പം നമ്മൾ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് തന്നെയാണ് ആൻസർ വരുന്നത്. അത് എത്രയാണ്? 20 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക, 20 കിലോ ന്യൂട്ടൺ. അപ്പോൾ അതും സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 13ാമത്തെ ക്വസ്റ്റ്യൻ, ടോയ് കാർ ഓഫ് മാസ് 80 gram is maintained to move in a horizontal circle of radius 0.8 meter with a velocity v meter per second. If the centripetal force acting it is 10 Newton, then the value of v in meter per second is. സിമ്പിൾ ആണ്. ഒരു ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് v meter per second. സെൻട്രിപ്പെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് F is equal to mv square by r. അപ്പോൾ v square is equal to F into r by m എന്നല്ലേ. എഫിന്റെ വാല്യൂ നമുക്കുണ്ട് എത്രയാണ്? 10 ന്യൂട്ടൺ. ഫോഴ്സ് 10 ന്യൂട്ടൺ. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണെന്ന് നോക്കിയാൽ 0.8 മീറ്റർ. മാസ് ഓഫ് ദി പാർട്ടിക്കിളും തന്നിട്ടുണ്ട് 80 gram. 80 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റണം. അപ്പോൾ 80 into 10⁻³ വരും. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് 10⁻³ into 10⁻² വരും. അത് മുകളിൽ വരുമ്പോൾ 10⁻² വരും. 0.8/10 താഴെ ഒരു 10 വരും. 10 ക്യാൻസൽ ആയി പോകും. v square is equal to 10 square or 100. v is equal to 10 meter per second വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രിപ്പെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാത്ത ആരുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ 14ാമത്തെ ക്വസ്റ്റ്യന്, മാൻ വെയിങ് 70 kilogram is riding on a cart of mass 30 kilogram which moves along a level floor at a speed of 3 meter per second. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തോ, കാറ്റ് അതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് കാറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 3 meter per second. വെലോസിറ്റി ഓഫ് ദി കാറ്റ് നമുക്ക് v1 എന്ന് വിചാരിക്കാം. അത് 3 meter per second. അപ്പോൾ അതിൻ്റെ മാസ് നമുക്ക് m1 എന്ന് വിചാരിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ, അതിന് മുകളിൽ ഒരു പേഴ്സൺ ഉണ്ട്. പേഴ്സന്റെ മാസ് നമുക്ക് m2 എന്ന് വിചാരിക്കാം. അയാളുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഹി റൺസ് ഓൺ ദി കാർ സോ ദാറ്റ് ഹിസ് റിലേറ്റീവ് വെലോസിറ്റി ഈസ് 4 meter per second ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കാർ. അപ്പോൾ ഇയാളുടെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് vr. അത് ഈ മോഷൻ ഓഫ് ദി കാർട്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതൊരു +3 എന്ന് വിചാരിച്ചാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് -4 എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ തന്നിരിക്കുന്നത് എന്തുവാ, റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി തന്നാൽ നമുക്ക് m1ന്റെ വെലോസിറ്റി m2ന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വെലോസിറ്റി ഓഫ് ദി പേഴ്സൺ കാണാൻ നമ്മൾ പഠിച്ചിട്ട് കാണും. v2 is equal to വെക്ടർ vr plus v1 എടുത്താൽ മതി. അതായത് ഒരു മൂവിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ മൂവിങ് പ്ലാറ്റ്ഫോമിൽ കൂടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് കാണാൻ റിലേറ്റീവ് വെലോസിറ്റിയും ആ മൂവിങ് പ്ലാറ്റ്ഫോമിന്റെ വെലോസിറ്റിയുടെ വെക്ടർ സം എടുത്താൽ നമുക്കറിയാം. നമ്മൾ മോഷൻ ത്രൂ ഓഫ് ബോട്ട് ത്രൂ റിവർ, മോഷൻ ഓഫ് എയറോപ്ലെയിൻ ത്രൂ വിൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്കറിയാം. അപ്പോൾ നോക്കിയാൽ vr-ഉം v1-ഉം ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ വെക്ടർ സം എടുക്കുമ്പോൾ വെറുതെ എന്ത് ചെയ്താൽ മതി, നമ്മൾ വെറുതെ കൂട്ടിയാൽ മതി. അപ്പോൾ v2 is equal to vr എടുക്കുമ്പോൾ നമുക്ക് -4 ആണ്. v1 എന്ന് പറയുന്നത് +3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 meter per second വരും. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി പേഴ്സൺ നമുക്ക് മനസ്സിലായി. വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് -1 meter per second ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, നമുക്ക് സ്പീഡ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കണം, നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഐഡിയ ഓഫ് ദി ഒബ്ജക്റ്റ് മനസ്സിലാക്കണം. അതിൽ നിന്ന് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസ് കാണാൻ ഇനി എന്ത് ചെയ്താൽ മതി, m1 v1 plus m2 v2 divided by m1 plus m2 എടുത്താൽ മതി. നമുക്ക് മാസ് ഓഫ് ദി പേഴ്സൺ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 70 kilogram. അപ്പോൾ 70 into വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമ്മൾ m1 v1 എന്നാണ് എടുക്കുന്നതെങ്കിൽ m1 മാസ് ഓഫ് ദി കാർട്ടാണ് നമ്മൾ എടുത്തത്. കാർട്ടിന്റെ മാസ് 30 kilogram ആണ്. ഇതിന്റെ വെലോസിറ്റി നമുക്ക് മനസ്സിലായി 3 ആണ്. അടുത്തത് m2 വാല്യൂ 70 ആണ്. പക്ഷേ വെലോസിറ്റി നെഗറ്റീവ് ആണ്, -1 ആണ്. അപ്പോൾ 30 into 3 -70 വരും. ഡിവൈഡഡ് ബൈ m1 plus m2 നമുക്ക് 70 plus 30 100 വരും. ദാറ്റ് ഈസ് 90 - 70 20 വരും. 20 by 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 meter per second വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. 15th question, 2 persons stand at the edge of a rotating circular platform at a diametrically opposite points. If they start moving towards each other at a uniform velocity, then it's.
അപ്പോൾ സിമ്പിൾ ആണ്, ഒരു റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ രണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അവരെവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പോസിറ്റ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ. അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നെന്ന് വിചാരിക്കാം, അടുത്തയാൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ നിൽക്കുന്നു. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രണ്ടുപേര് രണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ നിന്ന് അടുത്തേക്ക് വരുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ടോർക്ക് എത്രയാണ്? 0 ആണ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ പ്രത്യേകത എന്തോ? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നമുക്കറിയാം, L = I ഒമേഗ = കോൺസ്റ്റന്റ്. സിസ്റ്റത്തിന്റെ മൊമെന്റം ഓഫ് ഇനേഷ്യ എടുക്കുക, ആംഗുലർ വെലോസിറ്റി ഒമേഗ എടുക്കുക, I ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കണം. നോക്കി, ഇവർ രണ്ടുപേരും ആക്സിസിന് അടുത്തേക്ക് വരുമല്ലേ? ആക്സിസിനേക്ക് അടുത്ത് വന്നാൽ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് എന്നാ സംഭവിക്കും? കുറയും. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസ് ചെയ്യും. അപ്പോൾ I ഒമേഗ കോൺസ്റ്റന്റ് ആകണമെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പം ആംഗുലർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ എന്നാ സംഭവിക്കണം? കൂടണം. അപ്പോൾ അതാണ് നമുക്ക് പോസിബിലിറ്റി. പക്ഷേ ആംഗുലർ വെലോസിറ്റി ഡിക്രീസസ്, ശരിയാണോ? അല്ല, ഇൻക്രീസ് ചെയ്യുവാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻക്രീസസ്, തെറ്റല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ റിമെയിൻസ് കോൺസ്റ്റന്റും തെറ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, ആംഗുലർ വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി ഓപ്ഷൻ ഈ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ആംഗുലർ വെലോസിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ റിമെയിൻസ് കോൺസ്റ്റന്റ് തെറ്റാണ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം, ഇവർ അടുത്തേക്ക് വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അനുസരിച്ച് ആംഗുലർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. 16ാമത്തെ ക്വസ്റ്റൻ, സോളിഡ് മെറ്റൽ സിലിണ്ടർ എ ആൻഡ് എ ഹോളോ മെറ്റൽ സിലിണ്ടർ ബി have same mass but their radii are in the ratio 2:1. Then the ratio of the respective moments of inertia is. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തുവാ? എ സോളിഡ് സിലിണ്ടർ എ എന്ന് പറയുന്ന ഒരു സോളിഡ് സിലിണ്ടർ ആണ്. എയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം mr²/2 ആണ്. അപ്പോൾ m × r1² അല്ലെങ്കിൽ r²/2 എന്ന് എടുക്കാം. അടുത്തത് സെയിം മാസ് ഉള്ള ഒരു ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ IB എന്ന് വിചാരിച്ചാൽ അത് mRB² നമുക്കറിയാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഒബ്ജക്റ്റിന്റെ റേഷ്യോ ആണ് ചോദ്യം. ദെയർ ഓൺ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IA/IB = RA/RB² വരും. നമുക്ക് മാസ് സെയിം ആണ്. പിന്നെ ഒരു 1/2 ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയേക്കരുത്. അപ്പോൾ RA/RB² m ക്യാൻസൽ ആയി പോയി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന റേഡിയസിന്റെ റേഷ്യോ എത്രയാണ്? 2:1 ആണ്. അപ്പോൾ RA/RB എന്ന് പറയുന്നത് 2/1 2 × 1/2, ദാറ്റ് ഈസ് 2 വരും. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ എത്രയാണ് വരുന്നത്? 2:1 ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ദി ആംഗുലർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ വിൽ നോട്ട് ബി 0 ഇഫ്. നമുക്കറിയാം, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ജനറലി ഒരു പാർട്ടിക്കിൾ വെറുതെ മൂവ് ചെയ്താൽ L = mvr sin θ ആണ് ജനറൽ ഇക്വേഷൻ. R എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് പാർട്ടിക്കിളിന്റെ പൊസിഷനിലേക്കുള്ള പൊസിഷൻ വെക്ടർ, V വെലോസിറ്റി, തീറ്റ അവർ തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ നോക്കിയാൽ ആംഗുലർ മൊമെന്റം about the origin will not be 0 ആകരുത്, അതാണ് ചോദ്യം. നോക്കാം, ഡയറക്ഷൻ ഓഫ് ലീനിയർ മൊമെന്റം പാസസ് ത്രൂ ദി ഒറിജിൻ. നമുക്കറിയാം, ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ പാസസ് ത്രൂ ദി ഒറിജിൻ ആണെങ്കിൽ ആറും ബിയും ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. അപ്പോൾ സൈൻ തീറ്റ 0 വരാം. അപ്പോൾ തീർച്ചയായിട്ടും ആംഗുലർ മൊമെന്റം 0 ആണ്. അപ്പോൾ നമ്മുടെ പോസിബിലിറ്റി അല്ല. പാർട്ടിക്കിൾ ഈസ് അറ്റ് ദി ഒറിജിൻ, പാർട്ടിക്കിൾ ഒറിജിനിലാണെങ്കിൽ ആറിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആംഗുലർ മൊമെന്റം 0 ആണ്. അപ്പോൾ ദാറ്റ്സ് ഓൾസോ റോങ് ആൻസർ. പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ പൊസിഷൻ വെക്ടർ ആൻഡ് ലീനിയർ മൊമെന്റം ഈസ് 180 ഡിഗ്രി. നമുക്കറിയാം, തീറ്റ 180 ആകുമ്പോൾ സൈൻ 180 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം 0 ആവും. ദാറ്റ്സ് ഓൾസോ നോട്ട് കറക്റ്റ്. ദി ലീനിയർ മൊമെന്റം വാണിഷസ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ലീനിയർ മൊമെന്റം വാണിഷ് ചെയ്താൽ ആംഗുലർ മൊമെന്റം 0 ആയിരിക്കും. അപ്പോൾ പിന്നെ പോസിബിലിറ്റി ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ പൊസിഷൻ വെക്ടർ ആൻഡ് ലീനിയർ മൊമെന്റം 90 ഡിഗ്രി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സൈൻ 91 ആംഗുലർ മൊമെന്റം അറ്റ് എ പോയിന്റ് മാക്സിമം വരും. അപ്പോൾ അതാണ് നോട്ട് 0 വരുന്ന. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ വരും. So 18th question, the minimum speed at which an object of 1 kilogram mass is thrown from the surface of the moon so that it does not fall back to the moon is. അപ്പോൾ escape velocity from the moon ആണ് ചോദ്യം. മൂണിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്താൽ അത് തിരിച്ചു വരാൻ പാടില്ല. escape velocity from the moon നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. 2.3 km/s അടുത്ത് വരും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ 2.3 km/h ഉണ്ട്. അത് നിങ്ങൾ എഴുതിയില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഇ ആണ്, 2.3 km/s. അപ്പോൾ അത് നമുക്ക് റേഡിയസ് ഓഫ് ദി മൂൺ എർത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന വാല്യൂ തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ ആണ് നമുക്ക് അടുത്ത് വരുന്നത്. 19th question, weight of a body of mass in its free fall above the surface of the earth is. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെങ്കിൽ അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഡൗൺവേർഡ് ആണ്.
അപ്പോൾ എഫക്റ്റീവ് വെയിറ്റ് ആണ് ചോദ്യം. അത് നമുക്കറിയാം എം ഇൻറ്റു ജി എഫക്റ്റീവ്. ഇത് ഫ്രീ ഫോളിലാകുമ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് വെയിറ്റ് ഓർ വെയിറ്റ് മെഷേർഡ് ആയിരിക്കും ചോദ്യം. അപ്പോൾ എം ഇൻറ്റു ജി എഫക്റ്റീവ് അത് എം ഇൻറ്റു ജി മൈനസ് എ ആണ്. എ ഇസ് ഈക്വൽ ടു ജി, ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ അപ്പാരന്റ് വെയിറ്റ് ഓർ മെഷേർഡ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 0 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇ ആണ് വരിക. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. 2 satellites A and B are orbiting in circular orbits of radius 2r and r. If the speed of satellite A is to be, then the speed of satellite B is. നമുക്കറിയാം സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ ബേസിലുള്ള √gm/r ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് ദി ഓർബിറ്റൽ സ്പീഡ് VB/VA എടുത്താൽ ഇവിടെ നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്. സാറ്റലൈറ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ഡിഫറൻ്റ് ആണ്. സർക്കുലർ ഓർബിറ്റ് വിത്ത് റേഡിയസ് മാത്രമേ മാറ്റുള്ളൂ. കാരണം ഈ എം എന്ന് പറയുന്ന ആരുടെ മാസം? പ്ലാനറ്റിന്റെ മാസമാണ്, സാറ്റലൈറ്റിന്റെ മാസമല്ല. അപ്പോൾ വി പ്രപ്പോർഷണൽ 1/√r ആണ്. അപ്പോൾ VB/VA is equal to RA/RB യുടെ റൂട്ട് വരും. റേഡിയസിന്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2r ആണ്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് √2 വരും. സോ VB is equal to VA into √2. VA എന്ന് വിചാരിച്ചിട്ട് √2 V ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. VAക്ക് പകരം നമുക്ക് 2V കൊടുക്കണം. അപ്പൊ 2V into √2, 2V √2 ആണ് ആൻസർ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി വരും. നമുക്ക് മനസ്സിലാക്കണം ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നെല്ലാം നമുക്ക് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്നാലും നമ്മൾ പഠിച്ച അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിനീത് സാറിനെ ക്ഷണിക്കുന്നു. സാർ ഇപ്പോൾ ഇവിടെ വരും. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 21ലേക്ക് വരാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് 2 point masses each of 1 kilogram separated by a distance of 1 centimeter in joules. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ മൈനസ് നമുക്ക് അവിടെ തന്നെ വെച്ചാൽ ജി ഇൻറ്റു m1 ഇൻറ്റു m2 1 kilogram each, so it will be 1 divided by, they are separated by a distance of 1 centimeter, 10 raised, so we have to convert them into SI unit, 10 raised to -2, so this becomes minus 100 into g. ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രമേ ഓപ്ഷനിലുള്ളൂ, so we can say it is option B. Question number 21, option B. അടുത്തലേക്ക് വരാം. 22nd ക്വസ്റ്റ്യനിലേക്ക് വരാം. The relative viscosity of blood remains constant between. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സെന്റൻസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിസ്കോസിറ്റി പറയുന്ന ഭാഗത്ത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ വിസ്കോസിറ്റി പറയുന്ന ഭാഗത്ത് ഈ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. The relative viscosity of blood, that is the viscosity of blood divided by viscosity of water, it is almost constant between the temperatures 0 and 37 degree Celsius. Okay, that is question number 22. അടുത്തതിലേക്ക് വരാം. 23rd ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് പറയുന്നത്? If the Young's modulus of material of a wire is numerically equal to 10 times the stress applied to a wire of length L, then the change in length. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് or change in length when a wire, when an elastic wire is elongated, it is given by FL/AY. ഇതിൽ F/A ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ട്രെസ്സിന്റെ 10 ഇരട്ടിയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അല്ല, യങ്സ് മോഡുലസ് ഇസ് 10 times, ന്യൂമറിക്കലി 10 times the stress applied. അപ്പോൾ F/A-യുടെ 10 times ആണ് Y, so this will be L/10 or 0.1 into L. ഓക്കെ, 0.1 L ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 23. അടുത്തതിലേക്ക് വരാം. 24. The working of hydraulic lift is based on the principle of, again direct ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു നമ്മൾ. പ്യുവർ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, പ്യുവർ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. വളരെ നന്നായിട്ട് തിയറി നമുക്കറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഏതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഏത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? പാസ്കൽസ് ലോ.
അതായത് the pressure applied at any point of a confined incompressible liquid is transmitted undiminished to every other point of the liquid. ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. യെസ്, അടുത്തതിലേക്ക് വരാം. An ideal Carnot engine working with source temperature T1 and sink temperature T2 has efficiency eta the value of T1 by T2 is. അപ്പോൾ ശ്രദ്ധിക്കണം, എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് T2 ബൈ T1, അവിടെ നമുക്ക് T2 ബൈ T1ന്റെ വാല്യൂ എത്രയാണെന്ന് പറയാം. T2 ബൈ T1 ഇസ് ഈക്വൽ ടു 1 മൈനസ് E2. അങ്ങനെയാണെങ്കിൽ T1 ബൈ T2 എത്രയാണ്? ഇറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ 1 minus eta. 1 divided by 1 minus eta. ഏതാണ്? ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ നമ്പർ 25. ഓക്കെ, അടുത്തതിലേക്ക് വരാം. A process in which the amount of heat supplied to the system goes fully to change the internal energy and the temperature. അപ്പോൾ നമുക്ക്, if you look at the first law of thermodynamics, the heat supplied to the system is used to change the internal energy and the rest is used to do work against the surroundings. Q is equal to delta U plus W. ഇവിടെ പറയുന്നുണ്ട് heat supplied is equal to the change in internal energy. The heat supplied solely goes into change the internal energy. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ work done എന്തായിരിക്കും? work done is 0. work done 0 ആകണമെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കണം. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ it should be an isochoric process. ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ നമ്പർ 26. അടുത്തതിലേക്ക് വരാം. 27ഉം അതും ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ലിക്വിഡ് ഇസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹാസ് ഫ്രീ സർഫസ് ഓഫ് ഇറ്റ്സ് ഓൺ. ശരിയാണ്. എ ഗ്യാസ് ഇസ് കംപ്രസിബിൾ ആൻഡ് ഒക്യുപ്പൈസ് ഓൾ ദി വോളിയം ഓൾ ദി സ്പേസ് അവൈലബിൾ ടു ഇറ്റ്. ശരിയാണ്. അടുത്തത്, പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഇസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ദ സെയിം ഹൈറ്റ്. ശരിയാണ്. റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഹൊറിസോണ്ടൽ ലെവലിലുള്ള എല്ലാ പോയിന്റ്സും ഒരേ പ്രഷറിലായിരിക്കും. ഇക്യു പ്രഷർ സർഫസ് ആണ് ഇവിടെ വരിക. ദെൻ ഡി, സർഫസ് ഓഫ് വാട്ടർ ഇൻ എ കാപ്പിലറി ഇസ് കോൺകേവ്. ശരിയാണ്. വെള്ളവും ഒരു കാപ്പിലറി ട്യൂബും വെള്ളവുമായിട്ടുള്ള കോൺടാക്ട് ആംഗിൾ ഇറ്റ് ഇസ് എൻ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ മെനിസ്കസ്, ഷേപ്പ് ഓഫ് ദ മെനിസ്കസ് അവിടെ എന്തായിരിക്കും? ഒരു കോൺകേവ് സർഫസ് തന്നെയായിരിക്കും. അടുത്തത് ഇ, ദ സർഫസ് ടെൻഷൻ ഇസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അത് ശരിയാണോ? ഒരിക്കലുമല്ല. സർഫസ് ടെൻഷൻ ഇസ് ഫോഴ്സ് ആക്ടിങ്, സർഫസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്, നോട്ട് യൂണിറ്റ് ഏരിയ, അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഇ ആണ്. അടുത്തത് 28ലേക്ക് വരാം. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സമ്മതിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 3 identical silver cups A, B and C contain 3 liquids of same densities at same temperature higher than the temperature of the surroundings. If the ratio of specific heat capacities is 1:2:4, then ശ്രദ്ധിക്കാം, ഇവിടെ ഐഡന്റിക്കൽ കപ്സ് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ? 3 സിൽവർ കപ്സ് ആൻഡ് ദി സിൽവർ കപ്സ് ആർ ഐഡന്റിക്കൽ ആണ് ആൻഡ് ദേ ക്യാരി ലിക്വിഡ്സ് ഓഫ് സെയിം ഡെൻസിറ്റി. അപ്പോൾ ഐഡന്റിക്കൽ കപ്പിൽ സെയിം ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഒഴിക്കുകയാണെങ്കിൽ ഒരേ മാസ് ആയിരിക്കും എല്ലാത്തിനും, അല്ലെ? ഒരേ ഐഡന്റിക്കൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരേ വോളിയമാണ്, ഒരേ ഡെൻസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം, അവിടുത്തെ മാസും സെയിം ആയിരിക്കും, എല്ലാവർക്കും ഒരേ മാസാണ്. അപ്പോൾ നമുക്ക് പറയാം, അവിടെ ഒരു dt ടെമ്പറേച്ചറിൽ ഇഫ് ദി ടെമ്പറേച്ചർ ചേഞ്ചസ് ബൈ d theta then ms d theta by dt, this is the rate at which heat is lost, അല്ലെ? ms d theta by dt, s ആണ് അവിടെ സ്പെസിഫിക് ഹീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This is the rate at which heat is lost and that is same for all of them. So this is the rate at which heat is lost. Let's represent it as Q. Q ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഇസ് ലോസ്റ്റ് ആണ്. ഞാൻ Q എടുക്കുകയാണ്. ദാറ്റ് ഇസ് ms d theta by dt. ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് d theta by dt ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ മാസ് 3 കേസിലും സെയിം ആണ്, ഹീറ്റ് ലോസ്റ്റ് 3 കേസിലും സെയിം ആണ്. എന്തുകൊണ്ടാണ്? ഐഡന്റിക്കൽ സിൽവർ കപ്സ് ആണ്, സെയിം ടെമ്പറേച്ചർ ആണ്. 3 പേർക്ക് നോക്കുക, 3 പേരുടെയും ടെമ്പറേച്ചർ സെയിം ആണ്, അല്ല? ഹീറ്റ് ലോസ്റ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഹീറ്റ് ലോസ്റ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി സർഫസ് ഏരിയ, it will depend on the surrounding temperature, it will depend on the temperature of the body. ഇതെല്ലാം സെയിം ആണ് 3 പേർക്ക്, അല്ലെ? അപ്പൊ ഹീറ്റ് ലോസ്റ്റ് സെയിം ആണ്, ഒരേ റേറ്റിലാണ് അവരിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആരാണ് പെട്ടെന്ന് തണുക്കുന്നതെന്നാണ്. അപ്പോൾ m സെയിം ആണ്, Q സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ we can say d theta by dt, rate of cooling, it is proportional to 1/s എന്ന് പറയാം. അതായത് ആർക്കാണോ സ്പെസിഫിക് ഹീറ്റ് ഏറ്റവും കൂടുതൽ, അയാൾ ഏറ്റവും സ്ലോ ആയിട്ടായിരിക്കും തണുക്കുക. നമുക്കറിയാം, വെള്ളം എപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ട് വെച്ചാൽ അത് തണുക്കാൻ സമയം എടുക്കുന്നതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി.
ശരിയല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതിന് തണുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഏറ്റവും റേറ്റ് ഓഫ് കൂളിംഗ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കുറവുള്ള ആൾക്കാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോ 1:2:4 ആണ് എന്ന് പറഞ്ഞാൽ A, B, C. എക്കാണ് ഏറ്റവും കുറവ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തണുക്കുന്നത് ആരായിരിക്കും? എ ആയിരിക്കും. സോ ദിസ് കൂൾസ് അറ്റ് ദി ഫാസ്റ്റസ്റ്റ് റേറ്റ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് റേറ്റിൽ കൂൾ ചെയ്യുന്നത് എ ആണ്, ദെൻ ബി, ദെൻ സി. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുന്നത് എ ആണ്, ദെൻ ബി, ദെൻ സി. സിക്കാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് തണുക്കുക സി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിലേക്ക് വന്നാൽ എ കൂൾസ് ഫാസ്റ്റർ ദാൻ ബി, ശരിയാണ്. ബി ബട്ട് സ്ലോവർ ദാൻ സി, ശരിയാണോ? ഒരിക്കലും അല്ല, സി ആണ് ഏറ്റവും സ്ലോ ആയിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് ബി കൂൾസ് ഫാസ്റ്റർ ദാൻ സി, ശരിയാണ്. ബിക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സിയെക്കാളും കുറവാണ്, ബട്ട് സ്ലോവർ ദാൻ എ, അത് ശരിയാണ്. എക്കാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് തണുക്കാൻ പറ്റുക, ബിക്ക് അവിടുത്തെ റേറ്റ് ഓഫ് കൂളിംഗ് എക്കാളും കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ബി ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടതാണ്. പക്ഷെ നമ്മൾ സി നോക്കിയാൽ എ കൂൾസ് ഫാസ്റ്റർ ദാൻ ബി ആൻഡ് സി, അതും നമ്മുടെ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത് അല്ലെ. അതുപോലെ ഡി നോക്കിയാൽ സി കൂൾസ് ഫാസ്റ്റർ, അതെന്തായാലും തെറ്റാണ്. അപ്പോൾ ബിയും സിയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. എനിവേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത്, നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ബിയും സിയും ശരിയാകാൻ സാധ്യതയുണ്ട്. ബിയും സിയും അവിടെ നമുക്ക് വാലിഡ് ആൻസർ ആണെന്ന് പറയാം. ഓക്കെ, അടുത്തതിലേക്ക് വരാം. 29. A polyatomic molecule has three rotational degrees of freedom. അവിടെ degrees of freedom എന്നാണ് പറയുന്നത്. And two vibrational modes, രണ്ട് vibrational degrees of freedom എന്നല്ല പറയുന്നത്, രണ്ട് vibrational mode. ഓരോ vibrational മോഡിലും 2 degrees of freedom വെച്ച് ആഡ് ആകും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്കിൽ 3 ട്രാൻസ്ലേഷണൽ, 3 റൊട്ടേഷണൽ, പിന്നെ 2 വൈബ്രേഷണൽ മോഡ്. ഒരു വൈബ്രേഷണൽ മോഡിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് ആഡ് ചെയ്താൽ 2 × 2 4 വരും. സോ 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആകെ അവൈലബിൾ ആണ്. 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ സി വിയുടെ വാല്യൂ നമുക്ക് എന്ത് പറയാം? F/2R എന്ന് പറയാം. F/2R എത്രയാണ്? 5R. സി പിയുടെ വാല്യൂ CV + R, 5R + R 6R. അപ്പൊ അങ്ങനെയാണെങ്കിൽ CP/CV എത്രയാണ്? ഇറ്റ് ഇസ് 6/5. 6/5 ഏതാണ്? ഇവിടെ ഉണ്ടല്ലോ, ഓപ്ഷൻ ഇ ഉണ്ടല്ലോ. യെസ്, ഓക്കെ. സോ ദാറ്റ് ഇസ് CP/CV. അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് വരാം. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. The RMS speed of molecules of an ideal gas at 27 degrees Celsius is 200 meters per second. When the temperature is increased to 327 degrees Celsius, the speed of the molecules is changed to. ശ്രദ്ധിക്കാം, 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 300 കെൽവിനിലാണ്. 300 കെൽവിനിൽ 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, RMS സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 327 ഡിഗ്രി സെൽഷ്യസ്, 327 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 327 + 273 600 കെൽവിൻ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഡബിൾ ആയാൽ നമുക്കറിയാം RMS സ്പീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ ഡബിൾ ആയാൽ സ്പീഡ് എത്രയാകും? √2 ടൈംസ് ആയിട്ട് മാറും. എങ്ങനെയാണ്? V2/V1 is equal to √T2/T1. T2/T1 ഇവിടെ √2 ആണ്. ഇപ്പൊ 200√2 എന്ന് പറയുമ്പോൾ 1.4 അല്ലെങ്കിൽ 1.41 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 282 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. 282 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ സി അവിടെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 30. അടുത്തത് നമുക്ക് 31ലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ. No process is possible whose sole result is the transfer of heat from a colder object to a hotter object. This is the Clausius statement 4. വളരെ ആർക്കും തെറ്റിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് അല്ലേ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ജനറലി കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റുമാണ് പഠിക്കുന്നത്. അതിനകത്ത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, കെൽവിൻ പ്ലാങ്ക് ആണോ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. വി ജസ്റ്റ് ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ഇറ്റ് ഇസ് സെക്കൻഡ് ലോ ഓഫ് thermodynamics. Next one, 32.
In a gas at STP, if n is the number density of the molecules and r is the radius of a molecule, then the mean free path of the molecule is inversely proportional to. Mean free path in the expression endana? The expression for mean free path is lambda is equal to 1 by root 2 n pi d square. D എന്ന് പറഞ്ഞാൽ diameter ആണ്. അപ്പോൾ എനിക്കറിയാം lambda is inversely proportional to n d square. അങ്ങനെയാണെങ്കിൽ it is inversely proportional to nr square. diameter ന് പകരം radius ഇട്ടാലും ആ proportionality അങ്ങനെ തന്നെ നിൽക്കും. സോ ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ എ. ഓക്കെ, 32 ഓപ്ഷൻ എ. അടുത്തതിലേക്ക് വരാം നമുക്ക്. 33. A tuning fork produces 4 beats per second with 26 cm and 25.2 cm of a stretched sonometer wire. The frequency of the fork is. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യം, the frequency that is in resonance or the frequency of the sonometer wire, it is proportional to 1 by L. ശരിയല്ല, അതിന്റെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സോണോമീറ്റർ വയറിന്റെയാണ്. അപ്പോൾ ആദ്യം ഇവിടെ രണ്ട് കറസ്പോണ്ടിങ് ലെങ്ത് വരുന്നു. രണ്ട് കറസ്പോണ്ടിങ് ലെങ്ത്തിൽ രണ്ട് ഫ്രീക്വൻസിയാണ്. ഈ രണ്ട് ഫ്രീക്വൻസിയും നമ്മുടെ ട്യൂണിംഗ് ഫോർക്കുമായിട്ട് 4 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാള് ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയെക്കാളും 4 ഹെർട്സ് കൂടുതലും അടുത്ത അല്ലെങ്കിൽ സെക്കൻഡ് ലെങ്ത്തിൽ വരുമ്പോൾ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയെക്കാളും 4 കുറവുമായിരിക്കും. അപ്പോഴാണ് 4 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ f + 4 ഡിവൈഡഡ് ബൈ f - 4 എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 26.0 ഡിവൈഡഡ് ബൈ 25.2. ഓക്കെ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 25.2 f plus 4 into 25.2 എത്രയാണ്? 100.8 വരും. is equal to 26 into f minus 26 into 4 എത്രയാണ്? 104. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വിൽ ഗെറ്റ് 204.8 is equal to 0.8 f. അങ്ങനെയാണെങ്കിൽ f is equal to 204.8 divided by 0.8. you're going to get it as 256 hertz. okay, 256 hertz option 3. അടുത്തതിലേക്ക് വരാം. 34. The time period of simple pendulum of length L is 3 seconds. If the length of the pendulum is increased 4 times, then the time period of increase in time period of simple pendulum, not the final time period, but the increase in time period of a simple pendulum. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കറിയാം time period is equal to 2 pi root of L by G. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. ലെങ്ത് എത്രയായി? 4 ഇരട്ടിയായി. ലെങ്ത് 4 ഇരട്ടി ആയാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് എൽ. സോ ലെങ്ത് ഇസ് ക്വാഡ്രപ്പിൾഡ്. ലെങ്ത് 4 ഇരട്ടി ആയാൽ ടൈം പീരീഡ് എന്ത് പറ്റും? ടൈം പീരീഡ് ഡബിൾ ആകും. സോ പുതിയ ടൈം പീരീഡ് എത്രയാണ്? 6 സെക്കൻഡ്സ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ്? 3 സെക്കൻഡ്സ് കൂടിയിട്ടുണ്ട്. സോ ദി ആൻസർ ഇസ് 3 സെക്കൻഡ്സ്. ഇറ്റ് ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത 35ലേക്ക് വരാം. The incorrect statement is separation between two successive nodes is lambda. Right there we have the incorrect statement. രണ്ട് lambda അടുത്തടുത്തുള്ള രണ്ട് നോഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ഇറ്റ് ഇസ് lambda by 2, not lambda. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ബാക്കിയും കൂടെ ഒന്ന് നോക്കിയേക്കാം. ആന്റി നോഡ്സ് ആർ ഫോംഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് an open organ pipe. ശരിയാണ്. In one end of closed organ pipe the node is formed at the closed end. ശരിയാണ്. Nodes are formed at both ends of a stress string. ശരിയാണ്. The separation between successive node and antinode is lambda by 4. ശരിയാണ്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. 36ലേക്ക് വരാം. Ratio of magnitude of maximum acceleration to the corresponding velocity of a body undergoing simple harmonic motion. അപ്പോൾ ഇവിടെ വേർഡിങ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം വെലോസിറ്റി എന്നല്ല പറയുന്നത്. മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ ആൻസർ ഒമേഗയാണ്. ഒമേഗ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഒമേഗ എ. ഒമേഗ കിട്ടും 2πf. എന്നാൽ ഇവിടെ പറയുന്നത് മാക്സിമം ആക്സിലറേഷൻ ടു കറസ്പോണ്ടിങ് വെലോസിറ്റി എന്നാണ്. എപ്പോഴാണ് ആക്സിലറേഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ മാക്സിമം ആവുന്ന എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് അറ്റ് ദി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്ട്രീം. എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആകുന്നത്. ഇവിടുത്തെ ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ എ, മാഗ്നിറ്റ്യൂഡ് വൈസ് ഇറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എ. അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? എക്സ്ട്രീമിലുള്ള വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഇസ് 0. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കാരണം മാക്സിമം ആക്സിലറേഷൻ ടു കറസ്പോണ്ടിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുള്ളൂ. എവിടെയാണോ ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് അവിടുത്തെ വെലോസിറ്റി എത്രയാണെന്നാണ്. അത് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാക്സിമം ആക്സിലറേഷൻ ടു കറസ്പോണ്ടിങ് വെലോസിറ്റി ഇറ്റ് ഈസ് ഇൻഫിനിറ്റി.
നേരെ തിരിച്ച് മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം വെലോസിറ്റി ആയിരുന്നെങ്കിൽ ആൻസർ 2πf തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? മാക്സിമം ആക്സിലറേഷൻ ടു കറസ്പോണ്ടിങ് വെലോസിറ്റി ഇറ്റ് ഇസ് ഇൻഫിനിറ്റി. അടുത്തതിലേക്ക് വരാം, 37ലേക്ക് വരാം. The force experienced by a proton moving in an electric field of intensity 3e. ഇതിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനില്ല അല്ലെ. സോ ഫോഴ്സ് എക്സ്പീരിയൻസ് എന്താണ്? ഇറ്റ് ഇസ് ചാർജ് ഇൻ ടു ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഇവിടെ പ്രോട്ടോണിന്റെ ചാർജ് ഇ ആണ്, ഇലക്ട്രോണിന്റെ എത്രയാണോ ചാർജ് അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ ഉള്ളത്, ഇൻടു 3e. സോ വാട്ട് വി ഹാവ് ഇസ് 3e ഇൻടു ഇ. ഓപ്ഷൻ സി ആണ് നമുക്കവിടെ ശരി ഉത്തരമാണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 37. ലെറ്റ് us look at question number 38. Around a stationary charge of 5 microcoulomb, another charge minus 5 microcoulomb is taken once round a circle of radius 4 centimeter. The amount of work done in joule. അപ്പോൾ ഇവിടെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, ശരിയല്ലേ? This minus q charge is made to move in a circular path once around the stationary positive charge. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ മ്യൂച്വൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഫോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ദിസ് ഫോഴ്സ് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ക്യൂ വിച്ച് ഇസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ പാത്ത്. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, പക്ഷേ ചാർജ് മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്തിലാണ്. സോ അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇസ് പെർപെൻഡിക്കുലർ ടു ദി ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് അല്ലെ. അപ്പൊ ഓരോ പോയിന്റിലും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിന്റെ വെലോസിറ്റി വരിക. സോ അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ദ പവർ ഡെലിവേർഡ് ബൈ ദാറ്റ് ഫോഴ്സ് ഇറ്റ് ഇസ് 0. സോ ടോട്ടൽ അത് മുഴുവൻ സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അതൊരു സർക്കുലർ ആർക്കിൽ ട്രാവൽ ചെയ്താലും എപ്പോഴും അതിന്റെ വർക്ക് ഡൺ 0 തന്നെയാണ്, ബിക്കോസ് ഫോഴ്സ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അടുത്തതിലേക്ക് വരാം, 39ലേക്ക് വരാം. The charge present in a doubly ionized helium atom is. Doubly ionized helium atom എന്ന് പറയുമ്പോൾ അതൊരു ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് പറയാം അല്ലെ. ഹീലിയം ന്യൂക്ലിയസ് ആണോ? ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ അല്ലെ. അവിടെയുള്ള 2 ഇലക്ട്രോണും നമ്മൾ എടുത്ത് കളഞ്ഞു. സോ അവിടെ 2 പ്രോട്ടോണിന്റെ ചാർജ് മാത്രമേ ഉള്ളൂ. 2 പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ 2 into 1.6 into 10 raised to minus 19 coulomb. That is 3.2 into 10 raised to minus 19 coulomb. Okay, that is E. Okay. അടുത്തത് 40ാമത്തെ ചോദ്യം. The effective capacitance between A and B in the given figure is. Okay, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ സന്തോഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 3, 3, 3 3 പേരും സീരീസ് ആണ്, ശരിയല്ലേ? ആ 3 കപ്പാസിറ്ററും സീരീസ് ആണ്. 3 പേരും സീരീസ് ആണെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് എത്രയാണ്? 3/3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1 മൈക്രോ ഫാരഡ്. അപ്പൊ ബാക്കിയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ എത്രയൊക്കെയാണ്? 3, 3 ഇവിടെ 2 ഉണ്ട്, 3, 3 ദിസ് ഇസ് 2, 3, 3, 3. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 3 ആൾക്കാർ സീരീസ് ആണ്, അപ്പൊ അവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് 1 മൈക്രോ ഫാരഡ് ആണെന്ന് പറയാം. ഇനി വീണ്ടും ആ 2ഉം 1ഉം പാരലൽ ആണ്, ശരിയല്ലേ? 2ഉം 1ഉം പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? അവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 3 ആണ്. ഇപ്പോൾ അതാ വീണ്ടും വന്നു, 3, 3, 3 സീരീസ് ആണ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് 1. സോ അത് 1 ആക്കി. അപ്പൊ 2ഉം 1ഉം പാരലായി, 2ഉം 1ഉം പാരലായി ഇഫക്റ്റീവ് അഗൈൻ എത്രയാണ്? 3 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ വീണ്ടും 3ഉം 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 സീരീസ് വന്നു, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് 1 മൈക്രോ ഫാരഡ്. ഏതാണ് ഓപ്ഷൻ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ബ്രില്യൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് പ്രൊഫസർമാരിൽ ഒരാളായ അരുൺ സാർ ഉണ്ട്. ഓക്കെ, സാറിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് എൻ ഇലക്ട്രോൺ ഫോർ എ സർട്ടൻ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇസ് F1
and that between an electron and positron at same distance of separation is F2. അതായത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ഇന്ററാക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും സെയിം സെപ്പറേഷനിലുള്ള ഇലക്ട്രോണും പോസിട്രോണും ഇന്ററാക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഒന്ന് കമ്പയർ ചെയ്യണം, അതിന്റെ റേഷ്യോ കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ പെയർ നമ്മൾ നോക്കിയാൽ പ്രോട്ടോണും ഇലക്ട്രോണും ആണ്. നമുക്കറിയാം പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, +E ആണ്. നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ മക്കളെ, -E ആണ്. ഈ രണ്ടുപേരെ അട്രാക്ട് ചെയ്യും, അട്രാക്ട് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ സെപ്പറേഷൻ എന്താണ്ട് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്താണ്, F1 = 1/4πε0 ഇൻറ്റു, നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കാം, E × E എന്താ വരുന്നത്, E² / R². ഇനി സെക്കൻഡ് കേസ് നിങ്ങൾ നോക്കിയേ, ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് കേസിൽ വരുന്നത് ഇലക്ട്രോണും പോസിട്രോണും ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് -E പോസിട്രോണിന്റെ ചാർജ് എന്താണ്, +E അല്ലേ. പോസിട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും സെയിം ആണ്, പക്ഷേ പോസിട്രോണിന്റെ മാസും ഇലക്ട്രോണിന്റെ മാസും സെയിം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കണം, ഈ സെക്കൻഡ് കേസിൽ നമ്മൾ ഡയഗ്രാം ഒന്നും മാറ്റി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ വരുന്നത് പോസിട്രോണും ഇലക്ട്രോണും ആണ്. ചാർജിന് മാറ്റമൊന്നുമില്ല. ഇലക്ട്രോണിന്റെ ചാർജ് -E, പോസിട്രോണിന്റെ ചാർജ് +E. ഇന്ററാക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. എന്താ വരിക, 1/4πε0 ഇൻറ്റു E × E, E² / R². സോ E² / R². നിങ്ങൾ നോക്കിയാൽ എത്ര സിമ്പിൾ ആ നോക്ക്. F1 ഉം F2 സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും, 1:1 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ 1 ആണ് അവിടെ ആൻസർ കിട്ടുക. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ 1. ഓക്കെ, അപ്പൊ നമുക്ക് മക്കളൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആർ റെസ്പെക്റ്റീവ്ലി ദി ബേസിസ് ഓഫ്. ഓപ്ഷൻ എ നോക്കിയേ, ജൂൾസ് ലോ ആൻഡ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓപ്ഷൻ ബിയിലേക്ക് നോക്കിയാൽ ഗോസ് ലോ ആൻഡ് ഓംസ് ലോ. പക്ഷെ ഓപ്ഷൻ സി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. ഈ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, നിങ്ങളൊരു ജംഗ്ഷൻ കൺസിഡർ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് തന്നെ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ. കാരണം ജംഗ്ഷൻ ഒരിക്കലും ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ജംഗ്ഷൻ ഒരിക്കലും ഒരു ചാർജ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ മക്കളെ ചാർജ് സക്ക് ചെയ്യാനോ പറ്റില്ല. ജംഗ്ഷൻ ഒരിക്കലും ചാർജ് ക്രിയേറ്റ് ചെയ്യില്ല, ചാർജ് ഡിസ്ട്രോയ് ചെയ്യില്ല. അവിടെ എന്താ നമുക്ക് എന്താ കാണാൻ പറ്റുക, ജംഗ്ഷനിലേക്ക് കയറി വരുന്ന കറണ്ട് തന്നെ ജംഗ്ഷനിൽ ഇറങ്ങിപ്പോവുള്ളൂ. ദി ടോട്ടൽ വാല്യൂ ഓഫ് ഇൻകമിംഗ് കറന്റ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറന്റ്. സിമ്പിൾ ആയ കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇവിടെ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്, I1 + I2 ആണ്. ആ ജംഗ്ഷന് ഇറങ്ങിപ്പോകുന്ന കറണ്ട് എന്താണ്, I3 + I4 ആണ്. I3 + I4. ഓക്കെ, ഇതല്ലേ നമ്മുടെ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ, ഇതല്ലേ നമ്മുടെ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ. ശരിക്കും ഇതെന്താ പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലേ. ജംഗ്ഷനിലേക്ക് വരുന്ന ചാർജ് തന്നെ ജംഗ്ഷനിൽ ഇറങ്ങിപ്പോകുന്നുള്ളൂ, ഒന്നുമില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. സോ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ ഇംപ്ലൈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇനി ആ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, മീൻസ് ഇതിനകത്തുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ലൂപ്പ് റൂൾ. ഈ ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അത് നമ്മുടെ കിർച്ചോഫ് സെക്കൻഡ് ലോ ആണ്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണോ, നിങ്ങൾ പഠിച്ചു കാണും. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു റീസ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ലൂപ്പ് ഒന്ന് നോക്കിയേ. ഇവിടെ ഈ സെല്ലിന്റെ EMF E ആണ്, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മോളാർ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആയ ഒരു ലൂപ്പേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, R ആണ്. സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് എന്താ മക്കളെ, I ആണ്. ശരിയല്ലേ. നമുക്കറിയാം 1 കുളം ചാർജിന് +1 കുളം ചാർജിന് സെല്ലിന്റെ ഇന്റേണൽ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയാണ് സെൽ EMF. ശരിയല്ലേ. +1 കുളം ചാർജിന് സെല്ലിന്റെ ഇന്റേണൽ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന എനർജിയെ നമുക്ക് എന്ത് വിളിക്കാം, സെൽ EMF എന്ന് വിളിക്കാം. ഈ 1 കുളം ചാർജ് സെല്ലിനകത്തോടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന എനർജി ലോസ് ആണ് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ശരിക്കും മക്കളെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കാറുള്ളത്. മനസ്സിലായോ. +1 കുളം ചാർജ് സെല്ലിനകത്തൂടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി ലോസ് ആണ് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അതിനെ നമുക്ക് IR എന്ന് വിളിക്കാം. സോ -IR, that much energy is lost. Okay. ഇനി 1 കുളം ചാർജ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി ലോസ് ആണ് നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അത് I × R അല്ലേ. സോ -I × R = 0. ഇതല്ലേ ശരിക്കും ലൂപ്പ് റൂൾ.
അതായത് നമ്മുടെ 1 കുളം ചാർജിന് സെല്ലിന്റെ ഇന്റേണൽ മെക്കാനിസം സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് ഇ. അതിന്റെ ഒരു പാർട്ട് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ചെയ്തു പോയി, ബാക്കി എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ചെയ്തു പോയി. സോ കിർച്ചോഫ് സെക്കൻഡ് ലോ ഓർ ലൂപ്പ് റൂൾ ഇംപ്ലൈസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് മക്കളെ ഈ ഫസ്റ്റ് ലോ ജംഗ്ഷൻ റൂൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജും ലൂപ്പ് റൂൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമാണ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. എന്നാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. പലപ്പോഴും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മൾ തെറ്റിക്കും. അവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മക്കളെ, കോപ്പർ മെറ്റൽ ആണ്. കോപ്പറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ എന്താണ് പോസിറ്റീവ് ആണ്. കോപ്പർ മെറ്റൽ ആണ്, കോപ്പറിന്റെ കേസിൽ ആൽഫ പോസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എ മക്കളെ കറക്റ്റ് ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടിയാൽ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. ഇനി നിങ്ങൾ അടുത്ത ബി ഓപ്ഷൻ നോക്കിയേ. റെസിസ്റ്റിവിറ്റി ഓഫ് ജർമേനിയം ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ജർമേനിയം എന്താ മക്കളെ? സെമി കണ്ടക്ടർ അല്ലേ? സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ നെഗറ്റീവ് അല്ലേ? അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ജർമേനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി കുറയും, ടെമ്പറേച്ചർ കൂടിയാൽ ജർമേനിയത്തിന്റെ റെസിസ്റ്റൻസും കുറയും. അപ്പൊ അതും കറക്റ്റ് ആണ്. അവിടെ ഒരു ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സി നോക്കൂ. റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്. The conductivity of semiconductor lies in between the conductivity of insulator and conductor. ഈ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി നമ്മുടെ ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും എന്താണ് മക്കളെ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി അവരെ കണ്ടക്ടറിൻ്റെതായിട്ട് കമ്പയർ ചെയ്യുന്നത്. സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും കുറവാണ്. ബട്ട് ദാറ്റ് ഇസ് സംവാട്ട് ഇവർ കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഒരു കണ്ടക്ടറുമായിട്ടാണ്. ശരിയല്ലേ? കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും സെമി കണ്ടക്ടറിന് റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഈ നമ്മുടെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിനുള്ള എക്സാമ്പിൾ ആണ് ജർമേനിയം. ഓക്കെ, അവിടെ സെമി കണ്ടക്ടറിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റെസിസ്റ്റിവിറ്റി എന്തിനേക്കാളും കൂടുതലാണ്? നമ്മുടെ കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും കൂടുതലാണ്. ബട്ട് ലെസ് ദാൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റർ. ശരിയല്ലേ? അപ്പൊ ആ ഓപ്ഷനും മക്കളെ എന്താണ്? കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഡി ഓപ്ഷൻ നോക്കൂ. റെസിസ്റ്റിവിറ്റി ഓഫ് നിക്രോം ഷോസ് എ വീക്ക് ഡിപെൻഡൻസ് വിത്ത് ടെമ്പറേച്ചർ. നിക്രോമിന്റെ കേസിൽ ആൽഫ അപ്രോക്സിമേറ്റ്ലി 0 ആണ്, പക്ഷെ കറക്റ്റ് ആയിട്ട് 0 അല്ല. സോ റെസിസ്റ്റിവിറ്റി ഓഫ് നിക്രോം ഇസ് എ വീക്ക് ഡിപെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ മാറിയാൽ നിക്രോമിന്റെ റെസിസ്റ്റിവിറ്റി ചെറുതായിട്ട് മാറും, അങ്ങനെ കാര്യമായിട്ടൊന്നും മാറില്ല, നല്ലൊരു സ്ലൈറ്റ് വേരിയേഷൻ കാണിക്കും. റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതാണ് അതിനകത്തുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? അതായത് നമ്മുടെ ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യല മക്കളെ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യല. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മക്കളെ വായിച്ചു നോക്കണം കേട്ടോ. ഇത് അവർ ചോദിച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സെമി കണ്ടക്ടറിന്റെ കേസിൽ അതിന്റെ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി നമ്മുടെ കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും കൂടുതലാണ്, പക്ഷേ അത് എന്തിനേക്കാളും കുറവാണ്? ഒരു ഇൻസുലേറ്ററിന്റെ റെസിസ്റ്റിവിറ്റിയെക്കാളും കുറവാണ്. ദി റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ലൈസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, എന്നാ നിങ്ങൾ നോക്കിയേ. അടുത്തതും ഒരു സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കളർ കോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി 3 കളേഴ്സ് ഇൻ എ കാർബൺ റെസിസ്റ്റർ ആർ റെഡ്, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്. ഒരു കാർബൺ റെസിസ്റ്ററിലുള്ള ആദ്യത്തെ 3 റിങ്ങിന്റെ കളർ നോക്കിയാൽ നിങ്ങൾ റെഡും ബ്ലാക്കും ഓറഞ്ചുമാണ്. If the 4th color is absent, then the value of tolerance of resistors. അവിടെ 4ാമത്തെ കളർ ആബ്സെന്റ് ആണ്, 4th റിംഗിൽ നോ കളർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ടോളറൻസ് ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ഈ 4th റിംഗിന്റെ കളർ നോക്കിയാണ് നമ്മൾ ടോളറൻസ് കാണാറുള്ളത്. അപ്പൊ ടോളറൻസ് കാണുമ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾ 4th റിംഗിന്റെ കളർ ഗോൾഡ് ആണെങ്കിൽ അതിന് ടോളറൻസ് എന്താണ്? ±5% ആണ്. ആ റെസിസ്റ്റൻസിലുള്ള പെർസെന്റേജ് ആക്യുറസി ആണ് ടോളറൻസ്. റെസിസ്റ്റൻസിലുള്ള പെർസെന്റേജ് ആക്യുറസി ആണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ടോളറൻസ് എന്ന് വിളിക്കാറുള്ളത്. ഗോൾഡ് ആണെങ്കിൽ ±5%. അത് സിൽവർ ആണെങ്കിൽ എന്താ മക്കളെ വരിക? ±10% എന്ന് വരും. ഇനി ഒരു കളറും ഇല്ലെങ്കിൽ നോ കളർ ആണെങ്കിൽ അത് റെസിസ്റ്റൻസിന്റെ ±20% ആണ്.
ഇപ്പൊ ഇവിടെ ടോളറൻസ് നോ കളർ ആയതുകൊണ്ട് ±20% ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ റെസിസ്റ്റൻസ് കാണണ്ടേ. ഈ കളർ കോഡിംഗ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് മക്കളെ കാണാൻ പറ്റും. ഇവിടെ ആദ്യത്തെ കളർ നോക്കിയാൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ കിട്ടും. രണ്ടാമത്തെ കളർ നോക്കിയാൽ റെസിസ്റ്റൻസിന്റെ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ കിട്ടും. മക്കളെ നമുക്ക് മൂന്നാമത്തെ കളർ നോക്കിയാൽ എന്താ കിട്ടുന്നത്? മൾട്ടിപ്ലയർ ആണ് കിട്ടുക. ദി ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് ആഫ്റ്റർ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ കളർ കോഡിംഗ് പഠിക്കുമ്പോൾ ആദ്യം വരുന്ന കളർ ഏതാണ്? ബ്ലാക്ക് ആണ്, പിന്നെ ബ്രൗൺ, പിന്നെ റെഡ്, പിന്നെ ഓറഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള കളർ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ചില മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആസ് എ വെരി ഗുഡ് വൈഫ്, അല്ലെങ്കിൽ ബി റോയസ് ജീനിയസ് ബ്രൈറ്റ് ആൻഡ് എ വെരി ഗുഡ് വർക്കർ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആവശ്യമുള്ള കളർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ബ്ലാക്ക് ആയിരുന്നു. പിന്നെ വരുന്ന ഏതാണ്? ബ്രൗൺ ആണ്. പിന്നെ മക്കളെ വരുന്ന കളർ റെഡ് ആണ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് ഓറഞ്ച്. ഇനിയും കളേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. വെറുതെ നമ്മൾ സമയം ഒത്തിരി കൊണ്ട് കളയരുത്. ഇതിനകത്ത് ബ്ലാക്കിന്റെ വാല്യൂ 0 ആണ്, ബ്രൗണിന്റെ വാല്യൂ 1 ആണ്, റെഡിന്റെ വാല്യൂ 2 ആണ്, ഓറഞ്ചിന്റെ വാല്യൂ 3 ആണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കളർ ഏതാണ്? റെഡ് ആണ്. ആദ്യത്തെ റിങ്ങിന്റെ കളർ നോക്കിയാൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ കിട്ടും. ഇവിടെ ആദ്യത്തെ റിങ്ങിന്റെ കളർ റെഡ് ആണ്. സോ ദി ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് റെസിസ്റ്റൻസ് ഇസ് 2. അതായത് റെസിസ്റ്റൻസിന്റെ ആദ്യത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ 2 ആണ്. ഇനി നിങ്ങൾ മക്കളെ നോക്കിയേ, ഇവിടെ സെക്കൻഡ് റിങ്ങിന്റെ കളർ എന്താണ്? സെക്കൻഡ് റിങ്ങിന്റെ കളർ ബ്ലാക്ക് ആണ്. സെക്കൻഡ് റിങ്ങിന്റെ കളർ നോക്കിയാൽ റെസിസ്റ്റൻസിന്റെ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ കിട്ടും. അതായത് റെസിസ്റ്റൻസിന്റെ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ 0 ആണ്. ഇവിടെ ബ്ലാക്കിന്റെ വാല്യൂ മക്കളെ 0 ആണ്. ഇനി തേർഡ് റിങ്ങിന്റെ കളർ നോക്കിയാൽ നമുക്ക് മൾട്ടിപ്ലയർ ആണ് കിട്ടുക. ദി ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് ആഫ്റ്റർ സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ തേർഡ് റിങ്ങിന്റെ കളർ മക്കളെ എന്താണ്? ഓറഞ്ച് ആണ്. ഓറഞ്ചിന്റെ വാല്യൂ 3 ആണ്. അതായത് സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ കഴിഞ്ഞാൽ 3 സീറോസ് കാണും. ശരിയല്ലേ? സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ കഴിഞ്ഞാൽ 3 സീറോസ് കാണും. സോ ഇൻറ്റു 10⁻³ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് മൾട്ടിപ്ലയർ എന്നാണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 2 × 10⁻⁴ ഓം. ഓക്കെ, അതാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇനി ഇവിടെ നാലാമത്തെ റിങ്ങിന്റെ കളർ നോക്കിയാൽ റെസിസ്റ്റൻസിലുള്ള പെർസെന്റേജ് ആക്യുറസി കിട്ടും. അതിനെ നമ്മൾ ടോളറൻസ് എന്ന് വിളിക്കും. ഇവിടെ ടോളറൻസ് എത്രയാണ്? 20% ആണ്. അതായത് റെസിസ്റ്റൻസിലുള്ള പെർസെന്റേജ് ആക്യുറസി റെസിസ്റ്റൻസിന്റെ വാല്യൂന്റെ 20% ആണ്. സോ ടോളറൻസ് ഈക്വൽ ടു, നമുക്ക് ടോളറൻസ് എത്രയാ നോക്കാം. ടോളറൻസ് ഈക്വൽ ടു 20% of 2 × 10⁻⁴. സോ 2 × 10⁻⁴ × 20/100. ഓക്കെ, അത് സോൾവ് ചെയ്താൽ നമുക്ക് ±4000 ഓം എന്ന് കിട്ടും. ±4000 ഓം. ഓക്കെ, ഒരു സിമ്പിൾ ആയ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായ എല്ലാവർക്കും? അപ്പൊ മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾ ആ തിയറി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, NCERT ബുക്കൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽ ദാറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് ടു മേക്ക് വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ്. നിങ്ങൾ നോക്കി അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്ക്, മെഗ്നാനിൻ അല്ലേ? ഇതിന്റെ ഈ മാംഗനിന്റെ കേസിൽ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മാംഗനിന്റെ കേസിൽ അതിന്റെ ആൽഫ നിയർലി 0 ആണ്. കാരണം അതിന്റെ ടെമ്പറേച്ചർ മാറിയാലും റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സും കണക്ടിങ് വയേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു മെറ്റീരിയൽ മെഗ്നാനിൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ മക്കളെ ഓപ്ഷൻ എ ആണ് കേട്ടോ. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമ്മുടെ 46th ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, an electron and a proton moving with same velocity v enter into a uniform perpendicular magnetic field. Then നമ്മുടെ ഇലക്ട്രോണും പ്രോട്ടോണും സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ചുമ്മാ അങ്ങ് അസ്യൂം ചെയ്യും. Let us assume that a magnetic field is present normal to the plane of both. ഇവിടെ ഈ ഒരു പ്ലെയിനിലേക്ക് നോർമൽ ആയിട്ട് ഒരു ഇലക്ട്രോണും പ്രോട്ടോണും എൻ്റർ ചെയ്യുന്നു. നമുക്ക് ആദ്യം ആ ഒരു പ്രോട്ടോൺ എൻ്റർ ചെയ്യുന്ന സീനും നോക്കാം. പ്രോട്ടോൺ ദാണ്ട് ഈ ഒരു ബോർഡിന്റെ പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പ്രോട്ടോണിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. നമ്മൾ നമ്മുടെ ഇടത്തെ കയ്യിലുള്ള ആദ്യത്തെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കും.
with forefinger along the direction of magnetic field. നിങ്ങൾ forefinger മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വേണം പിടിക്കാൻ. മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിന്റെ പ്ലെയിനകത്തേക്കാണ്, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ ഡയറക്ഷനിൽ നമ്മൾ forefinger പിടിച്ചു. മിഡിൽ ഫിംഗർ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ വേണം പിടിക്കാൻ. ഇവിടെ നമ്മൾ പ്രോട്ടോണിന്റെ കേസാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ മിഡിൽ ഫിംഗർ പിടിച്ചാൽ ഈ പ്രോട്ടോണിന് മുകളിലേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ആ ഡയറക്ഷനിലാണ് നമ്മുടെ ഇറക്റ്റ് തമ്പ് വരിക. ഇറക്റ്റ് തമ്പിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടും. അപ്പൊ നമ്മുടെ പ്രോട്ടോൺ ഇങ്ങനെ മുകളിലേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് മക്കളെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രോട്ടോണിന് എന്താണ് സംഭവിക്കുക? സീൻ നമുക്കൊന്ന് നോക്കാം. പ്രോട്ടോണിന് മുകളിലേക്ക് മക്കളെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോട്ടോണിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. പ്രോട്ടോൺ ഏത് പാത്തിൽ മൂവ് ചെയ്യും? ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. എടാ മനസ്സിലായില്ലായിരിക്കും. നിങ്ങൾ നോക്കിയ പ്രോട്ടോണിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ ആര് മാറ്റം വരുത്തും? നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് മാറ്റം വരുത്തും. കണ്ടോ, ഇവിടെ എത്തിയാൽ വെലോസിറ്റി ഇതാണ്ട് എങ്ങനെയാകും? ഫീൽഡ് പ്ലെയിനകത്തേക്കാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യും. പ്രോട്ടോൺ ഏത് പാത്തിൽ മൂവ് ചെയ്യും? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പൊ പ്രോട്ടോണിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. പ്രോട്ടോൺ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഫോർ ഇലക്ട്രോൺ? ഇലക്ട്രോണിന് എന്താ സംഭവിക്കാം മക്കളെ? ഒന്നുമില്ല, അത് വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോണിന്റെ കേസിൽ നിങ്ങൾ ഇതേപോലെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ചെറിയൊരു പ്രശ്നമുണ്ട്, ഇലക്ട്രോൺ ഇസ് ഹാവിംഗ് നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ഇലക്ട്രോൺ മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം മിഡിൽ ഫിംഗർ പിടിക്കാൻ. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് വേണം മിഡിൽ ഫിംഗർ പിടിക്കാൻ. മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനകത്തേക്കാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മുടെ മിഡിൽ ഫിംഗർ പിടിക്കുക, ഇറക്റ്റ് തമ്പ് താഴേക്ക് വരും. ഇലക്ട്രോണിന് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക താഴേക്കാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിനും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ദി നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്തോളും? ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തോളും. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കണം അല്ലേ? നമ്മളങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇവിടെ എന്താ മക്കളെ സംഭവിക്കുന്നത്? ഇലക്ട്രോണും പ്രോട്ടോണും രണ്ടും ഏത് പാത്തിലാണ് മൂവ് ചെയ്യുക? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. സോ ബോത്ത് മൂവ് ഇൻ സർക്കുലർ പാത്സ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. രണ്ടുപേരും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെല്ലാവർക്കും? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. In a moving coil galvanometer, when the number of turns of coil is doubled, then both the current sensitivity and voltage sensitivity are doubled. നിങ്ങൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ പറ്റി കേട്ടില്ലേ? അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കറന്റ് സെൻസിറ്റിവിറ്റിക്കും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്കും എന്താണ് പറ്റുക? എന്താ ഈ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൻസിറ്റിവിറ്റി കൂടിയ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അല്ലേ? എ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ ഷോസ് ലാർജ് ഡിഫ്ലക്ഷൻ ഫോർ എ സ്മോൾ കറന്റ്. കറന്റ് സെൻസിറ്റിവിറ്റി കൂടിയ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ചെറിയൊരു കറന്റ് പാസ് ചെയ്താൽ തന്നെ ഇയാൾ വലിയ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ നമുക്ക് ഈ ഗാൽവനോമീറ്ററിന്റെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? മാഗ്നറ്റിക് ടോർക്ക് NIAB is balanced by restoring torque developed in spring C theta. അല്ലെ? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കറന്റ് സെൻസിറ്റിവിറ്റി കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കറന്റ് സെൻസിറ്റിവിറ്റിയെ പറ്റിയാണ്. അതായത് കറന്റ് സെൻസിറ്റിവിറ്റി കൂടിയ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ചെറിയൊരു കറന്റ് പാസ് ചെയ്താൽ തന്നെ അയാള് വലിയ ഡിഫ്ലക്ഷൻ കാണിക്കും. അത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ഷോസ് ലാർജ് ഡിഫ്ലക്ഷൻ ഫോർ എ സ്മോൾ കറന്റ്. ഷോസ് ലാർജ് ഡിഫ്ലക്ഷൻ ഫോർ എ സ്മോൾ കറന്റ്. തീറ്റ ബൈ ഐ. തീറ്റ ബൈ ഐ കണ്ട എന്താ മക്കളെ കിട്ടുക? NAB ബൈ C എന്ന് കിട്ടും. നമ്മളിവിടെ എന്താ ചെയ്ത്? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുന്നു, N ഡബിൾ ചെയ്യുന്നു. അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ സ്വാഭാവികമായും കറന്റ് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യും. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ നമ്മുടെ കറന്റ് സെൻസിറ്റിവിറ്റി എന്തായാലും ഡബിൾ ചെയ്യും. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നൗ വാട്ട് വിൽ ഹാപ്പൻ ഫോർ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി? എന്താ ഈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് എന്താ പറ്റുക? എടാ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടിയ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ തന്നെ ഇയാൾ എന്ത് കാണിക്കും? വലിയ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ് മക്കളെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്.
വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടിയ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ തന്നെ ഇയാള് വലിയ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താ വരിക? തീറ്റ ബൈ വി എന്ന് വരും. തീറ്റ ബൈ വി എന്ന് വരും. ഈ വി എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. മക്കളെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതിനെ തീറ്റ ബൈ വി നമുക്ക് I ഇൻറ്റു ആർ എന്ന് എഴുതാൻ മേലെ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ. ഓക്കെ, നമ്മള് ഈ തീറ്റ ബൈ ഐ ആർ ആണ് മക്കളെ നമുക്ക് കാണേണ്ടത്. തീറ്റ ബൈ ഐ എന്താണ്? NAB ബൈ സി ആണ്. NAB ബൈ സി ആർ അല്ലേ? ഇപ്പൊ നമുക്കിത് ഇങ്ങനെ നോക്കിയാല് നമുക്ക് തോന്നും നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഡബിൾ ചെയ്യുന്നു. പക്ഷെ അത് അങ്ങനെയല്ല മക്കളെ. ഈ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ ഇതിന്റെ റെസിസ്റ്റൻസും ഡബിൾ ചെയ്യും. കാരണം ഈ റെസിസ്റ്റൻസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നമ്പർ ഓഫ് ടേൺസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കോയിലിന്റെ ടോട്ടൽ ലെങ്ത് ഡബിൾ ചെയ്യും. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ റെസിസ്റ്റൻസ് നമ്പർ ഓഫ് ടേൺസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റോ എൽ ബൈ എ ആണ്. ഈ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ ആ കോയിലിന്റെ വൈൻഡിങ്ങിന്റെ ലെങ്ത് ഡബിൾ ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം ഈ മേളിലുള്ളനും താഴത്തുള്ളനും ക്യാൻസൽ ചെയ്തു പോകും. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എൻ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കറന്റ് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യും. പക്ഷെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ദി കറന്റ് സെൻസിറ്റിവിറ്റി ഇസ് ഡബിൾഡ് ബട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി റിമൈൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പൊ അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ. നമുക്ക് അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്ട്രെങ്ത് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇസ് 0.4 into 10⁻⁻⁵ ടെസ്ല. ഒരു പോയിന്റിലുള്ള എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവർ തന്നിട്ടുണ്ട് 0.4 into 10⁻⁵ ടെസ്ല. ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് ദിസ് ഫീൽഡ് ഇസ് ടു ബി annulled by the magnetic induction produced at the center of a circular conducting loop of radius pi centimeter, the current to be sent through the loop is. മക്കളെ, ഈ ഒരു ഫീൽഡിനെ ആർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു സർക്കുലാർ കറന്റ് ക്യാരിയിങ് കോയില് അതിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫീൽഡാണ് സർക്കുലാർ കറന്റ് ക്യാരിയിങ് കോയില് സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കുലാർ കറന്റ് ക്യാരിയിങ് കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് അവർ സർക്കുലർ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് 1 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. റേഡിയസ് അവന്മാർ തന്നിട്ടുണ്ട്. എത്രയാണ്? പൈ സെന്റിമീറ്റർ ആണ്. അതായത് മക്കളെ പൈ ഇൻറ്റു 10⁻⁻² മീറ്റർ ആണ്. സർക്കുലാർ കറന്റ് ക്യാരിയിങ് കോയിലിന്റെ സെന്ററിലുള്ള ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. μ0 NI/2R അല്ലേ? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് n എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ബിന്റെ വാല്യൂ എന്താ മക്കളെ? B = നമുക്കറിയാം μ0 N1 ആണ്. സോ I/2R = 0.4 into 10⁻⁵. ഓക്കെ, നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. μ0ന്റെ വാല്യൂ എന്താണ്? 4π into 10⁻⁷. ഓക്കെ, 4π into 10⁻⁷. കറണ്ട് ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 2 into ആറിന്റെ വാല്യൂ എത്രയാണ്? π into 10⁻⁻² = നമുക്ക് എന്താ കിട്ടുക? 0.4 into 10⁻⁵ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നമുക്ക് 0.2 ആംപിയർ എന്ന് കിട്ടും. ഇവിടെ കറണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. I = എന്താ വരിക? 0.2 ആംപിയർ എന്ന് വരും. I = 0.2 ആംപിയർ. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായ എല്ലാവർക്കും? നമുക്ക് നമ്മുടെ അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ നോക്കി, അതൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ NCERT-ലൊക്കെ അവർ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത കാര്യമാണ്. ദി ഇക്വലൻസ് ബിറ്റ്വീൻ സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. Similar or same magnetic fields can be produced by just NCERT ബുക്ക് ഒന്ന് വായിച്ചാൽ മതി. അതിനകത്ത് അവർ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സോളിനോയിഡും മാഗ്നറ്റിക്, അതായത് സോളിനോയിഡും ഒരു ബാർ മാഗ്നറ്റും തമ്മിലുള്ള സിമിലാരിറ്റി. രണ്ടും മാഗ്നറ്റിക് ഡയപോൾസ് ആണ് അല്ലെ? സോളിനോയിഡ് ഒരു മാഗ്നറ്റിക് ഡയപോൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബാർ മാഗ്നറ്റും മാഗ്നറ്റിക് ഡയപോൾ ആണ്. രണ്ടും ഒരേപോലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് മക്കളെ പ്രൊഡ്യൂസ് ചെയ്യാം. Let us imagine a long solenoid. മക്കളെ ഒരു ലോങ് സോളിനോയിഡ് കൺസിഡർ ചെയ്തേ. സോളിനോയിഡ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും അല്ലേ? ലാർജ് നമ്പർ ഓഫ് കോപ്പർ വയേഴ്സ് ആർ വൂണ്ടഡ് ഓൺ അയൺ ബാർ ഓർ ഓൺ അയർ കോർ. അപ്പൊ ഇതിലൂടെ ഈ ഒരു വൈൻഡിങ്ങിലൂടെ മക്കളെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ കറണ്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ,
ഇപ്പൊ ഇത് എന്തിന് ഈക്വലന്റ് ആണ്? ഒരു ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണ്. ഇവിടെ നോർത്ത് പൊളാരിറ്റിയും ഇവിടെ സൗത്ത് പൊളാരിറ്റിയാണ് മക്കളെ ഡെവലപ്പ് ചെയ്യുക. മനസ്സിലായോ? കാരണം ഈ സൈഡിൽ നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസും ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കറണ്ട് എന്താണ് ആന്റി ക്ലോക്ക് വൈസുമാണ്. ഇപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ബാർ മാഗ്നറ്റിന്റെ സെയിം ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റും. ശരിയല്ലേ? ഈ ബാർ മാഗ്നറ്റും നമ്മുടെ സോളിനോയിഡും രണ്ടും മാഗ്നറ്റിക് ഡയപോൾസ് ആണ്. NCERT-യിൽ അവർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അവർ രണ്ടിന്റെ ഫീൽഡും മാത്തമെറ്റിക്കലി ഒക്കെ ഡെറൈവ് ചെയ്ത് കമ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിന് ആൻസർ മക്കളെ എന്താണ്? സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. പിന്നെ ഈ ടൊറോയിഡ് റിംഗ് ഫോമിലുള്ള സോളിനോയിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ അതിന് ടൊറോയിഡിന്റെ കേസിൽ നോർത്ത് പോളും സൗത്ത് പോളും ടച്ച് ചെയ്ത് പോകും. അപ്പൊ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതലായിട്ട് അതിനുവേണ്ടി സമയം കളയേണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നീങ്ങാം. ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നോക്കുക. അവർ ചോദിച്ചിരിക്കുന്നത് അതിനകത്തുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ദി ഡയറക്ഷൻ ഓഫ് എഡി കറന്റ് ഇസ് ഗിവൺ ബൈ ലെൻസ് ലോ. ശരിയല്ല മക്കളെ? എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ലെൻസ് ലോ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇൻഡ്യൂസ്ഡ് കറന്റ് എന്തിനാ ട്രൈ ചെയ്യുക? മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനാണ് നോക്കുക. ഓക്കെ. A chalk oil is a pure inductor used for controlling current in an AC circuit. ഈ ചോക്ക് ഓയിൽ എന്തിനാ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? ഈ AC കൺട്രോൾ ചെയ്യാനാണ് ചോക്ക് ഓയിൽ യൂസ് ചെയ്യാറുള്ളത്. അത് നമുക്ക് എക്സാക്ട്ലി റിയൽ ലൈഫിലുള്ള ചോക്ക് ഓയിൽ ഒന്നും അങ്ങനെ പ്യുവർ ഇൻഡക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് കുറച്ച് റെസിസ്റ്റൻസ് കൂടെ കാണും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്യാം. The RMS value of AC current is √2 times the peak value of AC current. Sinusoidally varying AC ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മക്കളെ, ആൾട്ടർനേറ്റീവ് കറന്റിന്റെ ഇക്വേഷൻ എന്താണ്? I0 sin ωt ആണ്. ഓക്കെ. അതിൽ I0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ AC-യുടെ പീക്ക് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ RMS വാല്യൂ എന്തായിരിക്കും? RMS വാല്യൂ ഈക്വൽ ടു എന്താ? നമുക്ക് എന്താ കിട്ടുക? I0 by √2 എന്നല്ലേ കിട്ടുക? പീക്ക് വാല്യൂ by √2 എന്ന് വരും. ഇവർ പറഞ്ഞിരിക്കുന്ന RMS വാല്യൂ ഓഫ് AC is √2 ടൈംസ് പീക്ക് വാല്യൂ. ശരിയല്ല, അത് 1/√2 ടൈംസ് പീക്ക് വാല്യൂ ആണ്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ദി ക്വാളിറ്റി ഫാക്ടർ ഇസ് എ മെഷർ ഓഫ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ഇൻ AC സർക്യൂട്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യമാണ് അതൊക്കെ. കാരണം ഈ ക്വാളിറ്റി ഫാക്ടർ കൂടുന്നതും ആ ഒരു കർവിന്റെ നമ്മൾ റെസൊണൻസിൽ വരയ്ക്കുന്ന കർവിന്റെ ഷാർപ്നെസ് കൂടി വരും. മാഗ്നറ്റിക് ഫീൽഡ് എനർജി സ്റ്റോർഡ് ഇൻ an ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസസ് ഓഫ് Li സ്ക്വയർ. ഓക്കെ. അതായത് ഒരു ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്ന മാഗ്നറ്റിക് എനർജി, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് Li സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സോളിനോയിഡ് ഹാവിംഗ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ B ടു ദി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ കപ്പാസിറ്റർ ഇൻ an ഇലക്ട്രിക് ഫീൽഡ് ഈസ്. അതായത് സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡിൽ യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയും കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡിൽ യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോളിനോയിഡ് യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാനുള്ള ഇക്വേഷൻ B²/2μ0 ആണ്, ഡിവൈഡഡ് ബൈ കപ്പാസിറ്റർ യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ ആണ്. ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മക്കളെ കിട്ടുക? ഈ 1/2 രണ്ട് ടേംസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. അതായത് B² താഴെ വരെ μ0 E². ഇതിനകത്ത് ഈ 1/μ0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? C² ആണ്. സോ ദി ആൻസർ ഇസ് B² C² ഡിവൈഡഡ് ബൈ E². ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ B² C² ബൈ E² ആണ്.
ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇന്നലെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്മാച്ച് പെയർ. അതിനകത്തുള്ള മിസ്മാച്ച് പെയർ മക്കളെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ട്രാൻസ്ഫോമർ ഒരിക്കലും DC-യിൽ വർക്ക് ചെയ്യില്ല. കാരണം അതിന്റെ ഇൻപുട്ടിലുള്ള AC ചേഞ്ച് ചെയ്യുമ്പോഴേ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഔട്ട്പുട്ടിൽ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വെൻ an AC voltage V equal to 330 sin 100 pi t is applied to a capacitor, it produces a current of 1.5 cos 100 pi t. What is the capacitive reactance of capacitor? ഇവിടെ നമ്മളെ കാണേണ്ടത് നമുക്ക് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ നമ്മൾ ഈ വോൾട്ടേജിന്റെ പീക്ക് വാല്യൂനെ കറണ്ടിന്റെ പീക്ക് വാല്യൂ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ എത്രയാണ്? വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ 330 ആണ്, ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ പീക്ക് വാല്യൂ എന്താണ്? 1.5 ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് 330 ഡിവൈഡഡ് ബൈ 1.5. ഓക്കെ, ഇതങ്ങ് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി കേട്ടോ. 330 ബൈ 1.5 ആണ് അതിന്റെ ആൻസർ. അതായത് ഐ തിങ്ക് ദി ആൻസർ ഇസ് 220 ഡി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയോ വേവ്സ് ആർ. ഈ റേഡിയോ വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ മക്കളെ? ഓപ്ഷൻ ഡി അല്ല ആൻസർ. യൂസ്ഡ് ഇൻ സെല്ലുലർ ഫോൺസ് ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ. വേറെയുള്ള ഒന്നും വരത്തില്ല. കാരണം ഈ ഹോട്ട് ബോഡീസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത നോക്കാം. ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദാറ്റ് കോസ് ഗ്രീൻ ഹൗസ് എഫക്ട്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻഫ്രാറെഡ് റേസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നത്. ദി പവർ ഓഫ് എ കറക്റ്റീവ് ലെൻസ് -4 diopter. ലെൻസിന്റെ കേസിൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/p ആണ്. മിറർ അല്ല, മിറർ ആണെങ്കിൽ -1/p ആണ്. ലെൻസ് ആയതുകൊണ്ട് 1/p ആണ്. അപ്പൊ എന്താ മക്കളെ ആൻസർ എന്താ വരിക? 1/-4. അതായത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -0.25 മീറ്റർ എന്ന് കിട്ടും. അതിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ -25 സെന്റിമീറ്റർ എന്ന് കിട്ടും. പവർ നെഗറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആകുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് -25 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിനകത്തുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കണേ. Optical density is the ratio of speed of light in two media. The optical density of a media is defined as the ratio of the speed of light in vacuum to the speed of light in that media. Hotter air is less dense than cooler air. ശരിയാണ് മക്കളെ. ഈ ടെമ്പറേച്ചർ കൂടിയാൽ എയറിന്റെ ഡെൻസിറ്റി കുറയും. കൂളർ എയർ എസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദെൻ ഹോട്ടർ എയർ. അതും ശരിയാണ്. ഈ കൂളർ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹോട്ടർ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാളും എന്താണ്? കൂടുതലാണ്. ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിക്രീസസ് വിത്ത് ഡെൻസിറ്റി. അത് തെറ്റാണ്. കാരണം നമ്മൾ എയർ ചൂടാക്കുമ്പം അതിന്റെ ഡെൻസിറ്റി കുറയും, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അതായത് ഡെൻസിറ്റി കുറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും, ഡെൻസിറ്റി കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നിങ്ങൾ അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇസ് ഇൻസിഡന്റ് ഓൺ എ തിൻ പ്രിസം, എ തിൻ കോൺവെക്സ് ലെൻസ് ആൻഡ് എ കോൺകേവ് മിറർ റെസ്പെക്റ്റീവ്ലി. Then the wavefront emerging out from the. അതായത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് പ്രസത്തിന് മേളിൽ വന്ന് വിടുന്നുണ്ട്, ഒരു ലെൻസിന് മേളിൽ വന്ന് വിടുന്നുണ്ട്, കോൺകേവ് മിററിന്റെ മേളിൽ വന്ന് വിടുന്നുണ്ട്. നമ്മൾ എമർജന്റ് വേവ് ഫ്രണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് മക്കളെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പ്രസത്തിന് മേളില് പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വിടുന്ന കേസ് നോക്കാം. വേവ് ഫ്രണ്ട് പ്ലെയിൻ ആണ്, മീൻസ് ഇൻസിഡന്റ് റേസ് ആർ പാരലൽ. ഇവിടെ എന്തായാലും ഇൻസിഡന്റ് റേസ് മക്കളെ പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേ നോക്കുമ്പം അതിനൊരു ഡീവിയേഷൻ ഉണ്ടാകും. പക്ഷെ ഇവിടെ എമർജന്റ് റേസും പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് പ്ലെയിൻ ആണ്, എമർജന്റ് വേവ് ഫ്രണ്ടും പ്ലെയിൻ ആണ്. അപ്പൊ പ്രസത്തിന്റെ കേസിൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് പ്ലെയിൻ ആണ്, എമർജന്റ് വേവ് ഫ്രണ്ടും പ്ലെയിൻ ആണ്. ഇനി അടുത്തതായിട്ട് അവർ കോൺവെക്സ് ലെൻസിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ അതിന് മേളിൽ പാരലൽ റേസ് ആണ് വന്ന് വിടുന്നത്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഈ റേസ് അതിന്റെ ഫോക്കസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മക്കളെ എന്താണ്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ കേസിലും ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, പാരലൽ റേസ് ഈ മിററിന് മേളിൽ വന്ന് വിടുന്നുണ്ട്, റേസ് അതിന്റെ ഫോക്കസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റഡ് റേസ് ഫോക്കസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താ മക്കളെ കാണാൻ പറ്റുന്നത്? ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് സ്ഫെറിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ട്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഈ കോൺവെക്സ് ലെൻസിന്റെ കേസിലും കോൺകേവ് മിററിന്റെ കേസിലും നമ്മുടെ എമർജന്റ് റേസ് എമർജന്റ് വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ ആണ്. ഓക്കെ,
നിങ്ങൾ 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഇസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu, അതായത് ആ യങ്സ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ലിക്വിഡിനകത്ത് വെച്ചാണ്. ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മക്കളെ mu ആണ്. Then the fringe width of interference pattern observed is beta. അപ്പോൾ ലിക്വിഡിന്റെ അകത്ത് വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് ബീറ്റയാണ്. When the experiment is performed in air medium with same experimental setup, fringe width of pattern will be. ഇത് എയർ പെർഫോം ചെയ്താൽ കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് കാണണം. അപ്പോൾ ലിക്വിഡ് മീഡിയത്തിൽ നിന്നുള്ള ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ലിക്വിഡ് മീഡിയം ഇൻറ്റു d by small d. ഇത് എയർ എന്നാണെങ്കിൽ സേ നമുക്ക് ആ ബാൻഡ് വിഡ്ത്തിന്റെ ബീറ്റ ഡാഷ് എന്ന് വിളിക്കാം. എന്താ മക്കളെ വരിക? ലാംഡ ഇൻ എയർ ഇൻറ്റു d by d. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ റേഷ്യോ മക്കളെ കണ്ടാൽ മതി. ബീറ്റ ബൈ ബീറ്റ ഡാഷ് ഓർ ബീറ്റ ഡാഷ് ബൈ ബീറ്റ. തിരിച്ചൊന്ന് കണ്ടേ, നമുക്ക് എയറിലുള്ള ബാൻഡ് വിഡ്ത്ത് ആണ് കാണേണ്ടത്. അത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? വേവ് ലെങ്ത് ഇൻ എയർ ബൈ വേവ് ലെങ്ത് ഇൻ മീഡിയം എന്ന് കിട്ടും. So the bandwidth in air by bandwidth in liquid equal to wavelength in air by wavelength in medium, nothing but the refractive index of medium. So the bandwidth in air equal to mu times the bandwidth in liquid medium. അതായത് എയറിലുള്ള ബാൻഡ്വിഡ്ത്ത് എന്താ വരുന്നത്? mu times the bandwidth in liquid medium. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്നാൽ നിങ്ങൾ അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ബ്രൂസ്റ്റേഴ്സ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 rays of light A and B are falling on a glass slab at angles of incidence 45 degree and 60 degree. അതായത് ലൈറ്റ് വൈസ് നമ്മുടെ ഗ്ലാസ് സ്ലാബിന് മേളിൽ വന്ന് വിടുന്നുണ്ട്. ഫസ്റ്റ് കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? 45 ഡിഗ്രി ആണ്. രണ്ടാമത്തെ കേസിലെ ആംഗിൾ എന്താണ്? 60 ഡിഗ്രി ആണ്. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദി റിഫ്ലക്റ്റഡ് റേ ഓഫ് എ ഇസ് പാർഷ്യലി പോളറൈസ്ഡ്, അതായത് ഫസ്റ്റ് കേസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. സെക്കൻഡ് കേസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. ബി എന്ന കേസിൽ സെക്കൻഡ് കേസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. അതായത് സെക്കൻഡ് കേസിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന് ഈക്വൽ ആണ്, പോളറൈസിംഗ് ആംഗിളിന് ഈക്വൽ ആണ്. മീൻസ് IP ഈക്വൽ ടു 60. എന്താ മക്കളെ അവർ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്? ഡയറക്റ്റ് ആണ്. ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu ഈക്വൽ ടു tan IP ഈക്വൽ ടു tan 60. അതായത് സോൾവ് ചെയ്താൽ നമുക്ക് മ്യൂവിന്റെ വാല്യൂ √3 എന്ന് കിട്ടും, 1.732 എന്ന് കിട്ടും. ഈ ആണ് ഓപ്ഷൻ ആൻസർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ചന്ദ്രലാൽ സാർ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. ഓക്കെ, ഹലോ എവരിവൺ. നമ്മുടെ പരീക്ഷ കഴിഞ്ഞു. വളരെ എളുപ്പമായിരുന്നു പരീക്ഷ. ഫിസിക്സ് പേപ്പർ വളരെ എളുപ്പമായിരുന്നു. നമ്മുടെ മിക്ക ക്വസ്റ്റ്യൻസും NCERTയുടെ ഡയറക്റ്റ് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പൊതുവെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണുന്ന കാര്യം NCERTയിലെ സെൻറ്റൻസുകൾ 5 തന്നിട്ട് ഇൻകറക്റ്റ് ചെയ്ത് കറക്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലതും NCERT വായിക്കുന്ന നല്ല രീതിയിൽ വായിച്ചുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇവിടെ കണ്ടത്. പക്ഷേ എന്നാലും NCERT എന്നാലും വായിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ എത്തിയിട്ടുണ്ടാകും. വേറെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 61st ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. മോഡേൺ ഫിസിക്സിൽ നിന്നാണ്. ദ മൊമെന്റ് ഓഫ് എ പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ ആർ ഇൻ ദ റേഷ്യോ 3:2:1. ദെൻ ദ റെസ്പെക്റ്റീവ് ഡി ബ്രോളി വേവ് ലെങ്ത്സ് ആർ ഇൻ ദ റേഷ്യോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഡി ബ്രോളി വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് h/p ആണ്. അപ്പോൾ ലാംഡയും പിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലാംഡ 1:, ലാംഡ 2:, ലാംഡ 3 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെ 1/3:1/2:1 എന്ന് വരും. ഇതിന്റെ ഡിനോമിനേറ്റർ LCM കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് വിൽ ബിക്കം 2:3:6 എന്നുള്ള ബി ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നു. വളരെ ഡയറക്റ്റ് ആണ്. ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നോക്കൂ. ഇതെനിക്ക് തോന്നുന്നു അല്പം കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ NCERT ഒരു സെന്റൻസ് ആണിത്. ദ മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് ഫോട്ടോ സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതിന്റെ ആൻസർ ഡി ആണ്. കാഡ്മിയം എന്ന് പറയുന്ന ആൻസർ ആണ് വരുന്നത്. ആക്ച്വലി കാഡ്മിയം എന്ന് പറയുന്നത് UV ലൈറ്റിനാണ് എക്സൈറ്റേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കാഡ്മിയം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ബാക്കിയൊക്കെ ആൽക്കലി മെറ്റൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 4 നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാലും അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പോലും ഇത് കാഡ്മിയം ആണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ദ ആൻസർ ഈസ് ഡി ഓപ്ഷൻ, വെരി ഡയറക്റ്റ്. ഓക്കെ, ശരി.
അടുത്ത ക്വസ്റ്റിലേക്ക് പോയാൽ ഇത് അറിഞ്ഞില്ലാത്ത ആരും ഉണ്ടാവില്ല. ഫിസിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ചെറുപ്പത്തിൽ അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് E = mc². അതാണ് ഇതിന്റെ ആൻസർ. എനർജി = 5 gram ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് E = mc² നേരിട്ട് കൊടുക്കുക. M എന്ന് പറയുന്ന 5 gram ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ കിലോഗ്രാം ആക്കാൻ മറന്നു പോകരുത്. C² എന്ന് പറയുന്നത് 9 × 10⁻16 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C ഓപ്ഷൻ ആൻസർ കിട്ടും. 4.5 × 10⁻14 ജൂൾ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ് എളുപ്പമായിരുന്നു. നിങ്ങൾ നോക്കിയാൽ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഓപ്ഷൻ കണ്ട ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് നമ്പർ ഓഫ് ദ ന്യൂക്ലിയസ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഒരു ന്യൂക്ലിയസിന് ഫിക്സഡ് വാല്യൂ ആയിട്ടാണ് പലപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് എ ഓപ്ഷൻ കറക്റ്റ് ആണ്. അതുകൊണ്ട് അത് ആൻസർ അല്ല. ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് വെരി ഹൈ ഫോർ ലൈറ്റർ ന്യൂക്ലിയർ. തെറ്റല്ലേ? ലൈറ്റർ ന്യൂക്ലിയർ അത്ര സ്റ്റേബിൾ അല്ലല്ലോ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഹൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്നാണ്. അതുകൊണ്ട് ബി ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ. CNDE ഒക്കെ വായിച്ചാൽ തന്നെ അറിയാം കേട്ടോ. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ നേച്ചർ. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം. ഇനി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മീൻ ലൈഫ്. അതിന്റെ ഡയറക്ട് റിലേഷൻ എടുക്കാം. നമ്മൾ പറയാറില്ല മീൻ ലൈഫ് ഈക്വൽ 1.44 ടൈംസ് ഹാഫ് ലൈഫ് ആണ്. അതുകൊണ്ട് ഡയറക്ട് റിലേഷൻ ആണ്. ബെക്കറലാണ് SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം ബെക്കറലാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റദർഫോർഡ് അതിന്റെ CGS എന്നും അതുപോലെ തന്നെ നമ്മൾ ക്യൂരി അതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ടൊക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 64B ആണ് വരുന്നത്. നോക്കൂ 65. In Bohr atom model, the total energy of the electron in hydrogen atom is -3.4 electron volt. Then the angular momentum ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം Bohr postulates അനുസരിച്ച് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് NH/2π ആണ്. ഈ N എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും ആ വാല്യൂസ് അറിയാം. ഏറ്റവും താഴത്തെ ലെവലിൽ -13.6, അടുത്ത ലെവലാണ് -3.4. അപ്പോൾ അതിന്റെ അർത്ഥം N = 2 ആണ്. അപ്പോൾ 2 × 2 ക്യാൻസൽ ആകുമ്പോൾ h/π എന്ന ഒരു ആൻസർ 65A ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അതിലൊക്കെ ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. കണ്ടോ 66 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ദ റേഷ്യോ ഓഫ് number of fission produced by a given generation of neutrons to number of fission of the preceding generation is known as. ആ ഫിഗർ ഒക്കെ എല്ലാവരും വരച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മൾ K വാല്യൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിന്റെ കറക്റ്റ് ഉള്ള പേര് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നാണ്. അപ്പോൾ C ഓപ്ഷൻ. ഇത് ഈവൻ നമുക്ക് ഇതിനകത്തുള്ള ടേംസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഈ ഓപ്ഷൻ മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 66. C ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 67. The special purpose diode operated working under forward bias ആണ്. ഇതിൽ പലപ്പോൾ കൺഫ്യൂഷൻ തോന്നാം. കാരണം ഇതിനകത്ത് ശരിക്കും ഫോർവേഡ് ബയസിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി LED മാത്രമേ ഉള്ളൂ. ബാക്കി ഫോട്ടോ ഡയോഡും സോളാർ സെല്ലൊക്കെ റിവേഴ്സ് ബയസിലാണ് വരുന്നത്. പലർക്ക് സെനാർ ഡയോഡ് സംശയം തോന്നും. സെനാർ ഡയോഡിന് ഫോർവേഡ് ബയസിലും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ആ വോൾട്ടേജ് റെഗുലേറ്റർ പർപ്പസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയസിലാവുമ്പോഴാണ്. അതുകൊണ്ട് പർപ്പസ് എന്ന് അവിടെ വ്യക്തം എഴുതിയിട്ടുണ്ട്. സ്പെഷ്യൽ പർപ്പസ് എന്ന് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഫോർവേഡ് ബയസിൽ വർക്ക് ചെയ്യുന്നത് LED മാത്രമാണ്. ഡി ഓപ്ഷൻ ആൻസർ ആയിട്ട് കൊടുക്കാം. അടുത്ത ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റിന്റെ തമാശ കണ്ടിട്ടുണ്ടാവും. 2 ഡയോഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡയോഡ് ഒരെണ്ണം റിവേഴ്സ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് തോന്നി. ഇഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് A is greater than the potential at B, then the equivalent resistance of the circuit AB is. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A ഹയർ പൊട്ടൻഷ്യലും B ലോവർ പൊട്ടൻഷ്യലുമാണ്. 2 ഡയോഡുകളുണ്ട്. കണ്ട് ഈ ഡയോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്, P2 പോസിറ്റീവ്. ഈ ഡയോഡ് നോക്കുകയാണെങ്കിൽ അതും ഫോർവേഡ് ബയസ്ഡ് ആണ്, N2 നെഗറ്റീവ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് 2 സീറോ റെസിസ്റ്റൻസ് പോലെ ഡയറക്റ്റ് ഞാൻ കണ്ടക്ട് ചെയ്യും. കണ്ടു, ഇനിയാണ് ഇവിടുത്തെ രസം. ഈ രണ്ടും ഒഴിവാക്കിയതുപോലെ ചിന്തിക്കുക. അവിടെ ഒരു വയർ പോലെ അങ്ങ് ഇമാജിൻ ചെയ്യുക. അപ്പം കണ്ടു, ഇത് 3 ഉം 6 ആണ്, ഇത് 2 ഉം 4 ആണ്. 3/6 = 2/4. ബാലൻസ്ഡ് വീസ്റ്റോൺ. 4 ഓം ഒഴിവാക്കുന്നു. നാച്ചുറലി ആർ ഗെറ്റിംഗ് 3 ഉം 6 ഉം സീരീസിൽ 9, 2 ഉം 4 ഉം സീരീസിൽ 6, 9 ഉം 6 ഉം കൂടെ പാരലൽ ആകുമ്പോൾ 3.6 എന്നുള്ള വളരെ ഡയറക്റ്റ് ആൻസർ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ഡയോഡ് റിവേഴ്സ് ചെയ്തെങ്കിൽ നിങ്ങൾ അല്പം കൂടെ ഒന്ന് പരീക്ഷിക്കാമായിരുന്നു. ഇത് 2 ഫോർവേഡ് ആക്കിയുകൊണ്ട് ഇതും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആൻസർ കിട്ടുന്നു. ഈ ഓപ്ഷനാണ് 3.6. ഓക്കെ, അടുത്ത 69. ഇതേ കണ്ടോ, ഇത് ഡയറക്റ്റ് ആയിട്ട് NCERT സെന്റൻസ് ആണ്. സോളാർ സെൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാം. ലൈറ്റ് വന്നു വീണിട്ട് അവിടെ ഈ പറയുന്ന ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടായതിനു ശേഷം ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അവരെ കളക്ട് ചെയ്ത് അതിനെ കറണ്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് സെന്റൻസ് ഡയറക്റ്റ് ആയിട്ട് NCERT എഴുതിയിട്ടുണ്ട്. ഇത് ജനറേഷൻ സെപ്പറേഷൻ കളക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ആണ്. ദാറ്റ്സ് വൈ 69 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Now 70ലേക്ക് പോകുന്നു. ലോജിക് ഗേറ്റ്സ് ആർ ഗിവൺ ബൈ ദി ഇൻപുട്സ് A = 0 ആൻഡ് B = 1. കണ്ടത് കേസ് 1ൽ എയും ബിയും. പിന്നെ ഔട്ട്പുട്ട് Y എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. നോക്ക്, A = 0, B = 1. രണ്ടിന്റെ ഔട്ട്പുട്ട് 1 ആണ്. 0 1 1 കണ്ടപ്പോഴേ മനസ്സിലായല്ലേ. അടുത്ത 1 0 അതും 1 ആണ്. ഇത് വരുന്നത് ഏതൊക്കെ പോസിബിൾ ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഓറിന്റെ കേസിലും ആൻഡിന്റെ റിവേഴ്സ് കേസിലും, അതായത് നാൻഡിന്റെ കേസിലും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ അല്ല. വിത്തിൻ നോ ടൈം യു ക്യാൻ ആൻസർ ദിസ്. ഇനിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആണ്. ദ മിനിമം ലെങ്ത് ഓഫ് എ ഡൈപോൾ ആന്റിന ഫോർ എ കാരിയർ വേവ് ഓഫ് ഫ്രീക്വൻസി 200 MHz ഈസ് നിയർലി ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് അറിയാം
ഇതൊരു ഡൈപോൾ ആന്റിനയാണ്, അതുകൊണ്ട് തന്നെ അത് മിനിമം ലെങ്ത് എന്ന് പറയുന്ന λ/2 ആണ്. ഇപ്പോൾ വേവ് ലെന്ത് കണ്ടുപിടിച്ചാൽ മതി. ആർക്കും അറിയാത്ത വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇപ്പോൾ λ = c/ν എടുക്കുന്നു. c 3 × 10⁸ ആണ്. 200 MHz ആകുമ്പോൾ അത് 2 × 10⁸ ആണ്. 3/2 1.5 ആണ് λ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ 0.75 വരും. ക്വസ്റ്റ്യൻ 71 ആണ് ആൻസർ. വളരെ ഡയറക്റ്റ് ആണ്. ആൻഡ് ഫൈനലി ഇതെല്ലാവർക്കും അറിയാം, ഇതൊരു ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് എനർജി ഫ്രം വൺ ഫോം ടു അനദർ ഫോം ഈസ് ഡയറക്ട്ലി എ ട്രാൻസ്ഡ്യൂസർ. ബാക്കിയൊന്നുമല്ല, ഈവൻ ട്രാൻസ്ഡ്യൂസർ അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും അതായിരിക്കും ആൻസർ എന്ന്. 72B ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിസിക്സ് വളരെ ഈസി ആയിരുന്നു. എന്നാലും NCERT നന്നായിട്ട് വായിച്ച കുട്ടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. 72 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ എടുത്ത് കാണത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യാണ്. കെമിസ്ട്രി പേപ്പർ വളരെ ഈസി ആണെന്ന് തോന്നുന്നു. സാറുമാർ കൃത്യമായിട്ട് പറയും. നമ്മുടെ കെമിസ്ട്രി പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചേഴ്സ് ഉടനെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്കൊക്കെ എക്സാമിനേഷൻ പേപ്പർ വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികവും. നിങ്ങളെല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം? ഈ കൂട്ടത്തിൽ ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റംസ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മോൾ അലുമിനിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യു നോ ദാറ്റ് അലുമിനിയം സൾഫേറ്റ് ഈസ് Al2SO4 thrice. അതുകൊണ്ട് തന്നെ 1 മോളിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും? 12 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. 2 moles of first sulfate എന്ന് പറയുമ്പോൾ FeSO4 2 മോൾ ഉണ്ട്, അതായത് 2 × 4 that is 8 oxygen atom. 3 moles of hydrogen peroxide 3H2O2 ആണ്, അതുകൊണ്ട് തന്നെ 3 × 2 6 oxygen atom. 2 moles of potassium permanganate KMnO4 2 ഉണ്ട്, 8 oxygen atom. 1 mole of potassium dichromate K2Cr2O7 എത്രയാ? 7 oxygen atom. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റം ഉള്ളത് ഓപ്ഷൻ എ അല്ലേ? അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത്, among the following compounds the one that does not illustrate the law of multiple proportion? വളരെ ഈസിയാണ്. law of multiple proportion ഇല്ലുസ്ട്രേറ്റ് ചെയ്യാത്തത് ഏത് എന്ന് നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. 2 എലമെന്റ്സും ഫിക്സഡ് ആവണം അല്ലെ? കോപ്പറും ഓക്സിജനും, നൈട്രജനും ഓക്സിജനും, അയണും ഓക്സിജനും. പക്ഷെ ഇവിടെ മാത്രം എലമെന്റ്സ് ഫിക്സഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡും അടുത്ത ആളുടെ മാസ് ഒരു സിമ്പിൾ റേഷ്യോയിലും ആവണമെന്നാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. അല്ലാത്തത് ഓപ്ഷൻ ഡി അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി വിൽ ബി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡൈ നെഗറ്റീവ് ഓഫ് അയോൺ ഓഫ് ദ എലമെന്റ് എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഡൈ നെഗറ്റീവ് അയോൺ ദാറ്റ് ഈസ് X-2 10 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? X-2 10 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ 8 ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? 8 ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം. അപ്പൊ ന്യൂട്രൽ ആറ്റത്തില് എത്രയായിരിക്കും? X-2 ഇതാണെങ്കിൽ എക്സിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഞാൻ എഴുതിയത്. പ്രോട്ടോണിന്റെ എണ്ണവും 8 ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം ചെയ്യുമ്പോൾ 16 കിട്ടും അല്ലെ? അപ്പൊ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ മാസ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 16 അല്ലെ? അടുത്തേക്ക് എടുക്കാം. ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ Y ഈസ് 1.5 ടൈംസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം. ആറ്റം എക്സ്, ആറ്റമാണ് എക്സ് അല്ലെ? എക്സ് ആറ്റത്തിൽ ഉള്ളതിന്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ആറ്റത്തിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണുകൾ 8 ആണെങ്കിൽ 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ Y എത്രയാണ്? ന്യൂട്രോൺസ് ഇൻ Y 12 എടുക്കണം. കാരണം ഇവിടെ എക്സ് ആറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ 1.5 ടൈംസ് ആണ് അല്ലെ? ഇനി ഇവിടെ വൈയിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 12. ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് മാസ് നമ്പർ 24. അതുകൊണ്ട് തന്നെ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ 16:24 ദാറ്റ് ഈസ് 2:3. എല്ലാവരും കറക്റ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തേക്ക് കിടക്കാം എന്റെ മക്കളെ. നോക്കിക്കോ,
A particle of mass 6.6 into 10 raised to minus 31 kilogram. De Broglie wavelength ആണ് ചോദിച്ചത്. Lambda is equal to h by mv is our equation. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ simple calculations. 6.6 into 10 raised to minus 31 divided by 6.6 into 10 raised to 6.6 into 10 raised to minus 34. That's the value of h. അല്ലേ? Divided by 6.6 into 10 raised to minus 31 into 10 raised to minus 7 ചെയ്യാം. You will get it as 10 raised to minus 10, that is equal to 1 Armstrong. അല്ലേ? Option A will be the correct answer. Okay, അടുത്തിലേക്ക് കിടക്കാം. അടുത്തത്, from the following, choose the correct structures of chloroxylenol and terpinol, which are the constituents of Dettol. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെറ്റോളിന്റെ കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുമ്പോൾ ക്ലോറോസൈലിനോളും ടെർപ്പിനോളുമാണ്. ഓപ്ഷൻ എയും സിയുമാണ്. ബി ബിത്യോണൽ ആണെന്നൊക്കെ അറിയാം. എയും സിയും വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത്, എ ഫാസ്റ്റ് മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് മാസ് തന്നിട്ടുണ്ട് 6.63 into 10 to the power of minus 28 gram. അല്ലെ, ദാറ്റ് ഈസ് 6.63 into 10 raised to minus 31 കിലോഗ്രാം എന്നാക്കി. എക്യുറസി തന്നിട്ടുണ്ട്. അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. ഡെൽറ്റ എക്സ് കിട്ടണമെങ്കിൽ എച്ച് ബൈ 4π എം ഡെൽറ്റ വി ചെയ്താൽ മതി. ഇക്വേഷൻ ഇല്ല, ഡെൽറ്റ വി ആണ് കിട്ടേണ്ടത്. അപ്പോ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 4π എം ഡെൽറ്റ എക്സ് ചെയ്താൽ മതി. 6.6 into 10 to the power of minus 34 divided by 4 into 3.14 into mass is 6.6 into 10 raised to minus 31 into 1 Armstrong is the uncertainty in position, that is 10 raised to minus 10. Okay, 4 into 3.1 4 into 12 ആക്കാം. ഇത് വെട്ടാം. 1/12 വരും. ഏകദേശം 0.8 വരും. ഇത് ഒന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് you will get it as 0.8 into 10 to the power of minus 31 minus 41 വരും. ഇത് മുകളിലോട്ട് വരുമ്പോൾ 10 raised to minus 7 വരും. That is equal to, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 10 raised to minus 31 10 raised to minus 7, അപ്പോൾ 8 into 10 raised to minus 8 into 10 raised to 5 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കണേ. ഈ ഇക്വേഷനിലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും അതിന്റെ ആൻസർ. അടുത്തേക്ക് കിടക്കാം. അടുത്ത, which one of the following molecules contains an incomplete octet of the central atom? Incomplete octet of central atom എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റത്തിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AlCl3 ആണ് ലൂയിസ് ആസിഡ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത്, which one of the following reactions involves the change from sp2 to sp3 hybridization of the central atom? AlCl3 എന്ന് പറയുന്ന ആളുടെ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്കറിയാം sp2 ആണ്. ഇവിടേക്ക് വരുമ്പോൾ sp3യിലേക്ക് മാറും. ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ sp3യിലേക്ക് മാറുകയാണ്. You know that option C will be the answer. Okay, the dipole interaction energy between rotating polar molecule is proportional to where r is the distance between the polar molecules. നിങ്ങൾക്കറിയാം റൊട്ടേറ്റിംഗ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ എനർജി വരുന്നത് ഡൈപോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r⁶ ആണ്. ഓപ്ഷൻ ഇ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. The metal X crystallizes in a body-centered cubic unit cell and its metallic radius is 346.4 picometer. The length in picometer of the unit cell is നിങ്ങൾക്കറിയാം A is equal to 4r/√3 ആണ് ഇക്വേഷൻ BCCയുടെ കേസിൽ. അങ്ങനെയാണെങ്കിൽ 4 into √3യുടെ വാല്യൂ ഒക്കെ 346.√3 അല്ല 4r. റേഡിയസിന്റെ വാല്യൂ 346.4 ആണ്. 3.464 into 10 raised to minus 3 എന്നാക്കാൻ പറ്റുമെങ്കിൽ 10 raised to minus 2 എന്നാക്കാൻ പറ്റുമെങ്കിൽ 1.73 ആയിട്ട് ഇത് വെട്ടാൻ പറ്റും. അപ്പോൾ ഇത് 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ you will get it as this is 10 square. ഓക്കെ, അങ്ങനെയാണെങ്കിൽ you will get it as 800 എന്ന് കിട്ടും. ഉത്തരം 800 പൈക്കോമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി വരൂ കേട്ടോ. ഓക്കെ, അടുത്തേക്ക് കിടക്കാം.
അടുത്ത സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2O ഇത് തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് എന്താ? 3.2 ഗ്രാമിന്റെ. നിങ്ങൾക്കറിയാം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്. ഈ റിയാക്ഷന്റെ കേസിൽ മീഥേന്റെ കമ്പഷൻ ആണ്, എല്ലാവർക്കും അറിയാം ഇക്വേഷൻ. മീഥേൻ പ്ലസ് 2O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2H2O. അങ്ങനെയാണെങ്കിൽ സിഗ്മ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മൈനസ് 393 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 286 മൈനസ് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ടന്റ് എടുക്കുമ്പോൾ മൈനസ് 75 കിലോ ജൂൾ. ഇത് ചെയ്ത് നോക്കാം. ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു മോളിന്റെ ആയിരിക്കും. ഒരു മോളിന്റെ എൻതാൽപ്പി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക മൈനസ് 393 പ്ലസ് 2 ഇൻറ്റു മൈനസ് 286. 286 ഇൻറ്റു 2 ചെയ്യുക. 6 2s are 12, 8 6 8 2 16 7 5 മൈനസ് പ്ലസ് 75 വരും. ഇത് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 1 മോളിന്റെ എൻതാൽപ്പിയാണ് കിട്ടുക. ഒരു മോളിന്റെ എൻതാൽപ്പി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മോളിന്റെ എൻതാൽപ്പി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 16 ഗ്രാമിന്റെ എൻതാൽപ്പിയാണിത്. അവിടെ നിന്ന് നിങ്ങൾക്ക് 32 ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് 32 ഗ്രാമിലേക്ക് അല്ല 3.2 ഗ്രാമിലേക്ക് മാറ്റണം. ഐ തിങ്ക് മൈനസ് 890 ആണ് സോൾവ് ചെയ്താൽ കിട്ടുന്നതെന്ന്. മൈനസ് 890. ആ മൈനസ് 890നെ 3.2 ഗ്രാമിലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പോൾ അതിന്റെ ആൻസർ കിട്ടും. അതിന്റെ ആൻസർ 178 ആണ് കിട്ടുന്നത്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV ഫോർ 1 മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ആ ചോദിച്ചത്. യു നോ ദാറ്റ് CP മൈനസ് CV ഈസ് ഈക്വൽ ടു R ആണ് ഇക്വേഷൻ. CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. Therefore CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R ഇസ് ദ കറക്റ്റ് ഇക്വേഷൻ. ഓപ്ഷൻ B ആയിരിക്കും. ഓക്കെ. അടുത്തത് സം ഓഫ് ദ റിയാക്ഷൻസ് ആൻഡ് ദർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് ആർ ഗിവൻ. ചൂസ് ദ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് റയർലി അറ്റ് ദ ഗിവൻ ടെമ്പറേച്ചർ. ഗിവൻ ടെമ്പറേച്ചറിൽ നടക്കാൻ സാധ്യത ഇല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ ഗിവൻ ടെമ്പറേച്ചറിൽ നടക്കാനുള്ള സാധ്യത കുറയും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് KCയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നില്ല, അഥവാ പ്രൊഡക്റ്റ് ഇല്ല എന്നർത്ഥം. അധികവും റിയാക്ടൻ സൈഡിലാണ് നടക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ. സോ ഏതായിരിക്കും ആൻസർ? The 10 to the power of minus 31 is the smallest value of Kc. So option D will be the correct answer. Okay. Moving on to next question. The equilibrium constants for the reaction തന്നിട്ടുണ്ട്. 2A gives B plus C. അതിന്റെ K1ന്റെ വാല്യൂ 16 ആണ്. അങ്ങനെയാണെങ്കിൽ 2B plus C gives 2X-ന്റെ വാല്യൂ K2 തന്നിട്ടുണ്ട് 25. നമുക്ക് കിട്ടേണ്ട റിയാക്ഷൻ എന്താ നോക്കാം. A plus half B gives X ആണ് അല്ലെ. ഈ ഒരു റിയാക്ഷൻ കിട്ടാനായിട്ട് ആദ്യത്തെ ഇക്വേഷനെ ബൈ 2 ചെയ്യാം. A gives half B plus half C എന്ന് കിട്ടും. അപ്പോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ K1 ഡാഷ് ആക്കാൻ നമുക്ക്. ഇവിടെ ബൈ 2 ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സ്ക്വയർ റൂട്ട് എടുക്കണം എന്ന് നിങ്ങൾക്കറിയാം 4. അടുത്തത് ഈ രണ്ടാമത്തെ ഇക്വേഷനും ഞാൻ പകുതിയാക്കുന്നു. B plus half C gives X എന്നാക്കുന്നു. അപ്പോ K2 ഡാഷ് കിട്ടി, അത് 5 ആണ്. ഇനി ഈ രണ്ടിനെയും പരസ്പരം ആഡ് ചെയ്താൽ ഹാഫ് സിയും വെട്ടിപ്പോവും. ഈ A പ്ലസ് ഹാഫ് ബിക്കും ഈ ബിയും മൈനസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് വരും. അപ്പൊ ഹാഫ് ബി ആവും. ഗിവ്സ് X എന്ന് കിട്ടും. റിക്വയർഡ് ഇക്വേഷൻ ആയി. അതിനുവേണ്ടി ഞാൻ 2 ഇക്വേഷൻ ആഡ് ചെയ്തു. 2 ഇക്വേഷനെ ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ 4 into 5 വരും. ദാറ്റ് ഈസ് 20. Option E is the correct answer. Okay. Moving on to next question. Average oxidation number of bromine is Br3O8. Br3O8 redox reaction le question. Br double bond O. Br double bond O. ഇതാണ് സ്ട്രക്ചർ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. ഇത് നോക്കുമ്പോൾ ഈ ബ്രോമിന്റെ +6 ആണ്, ഇവിടെ +4 ആണ്, ഇവിടെ +6 ആണ്. ടോട്ടൽ 3 ബ്രോമിനും കൂടി 16 ആണ്. അപ്പോൾ ഒരു ബ്രോമിന് 16/3 വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ. അടുത്തത്
The standard electrode potential of some electrodes are given below. Predict the reaction that is not feasible. By looking at the values of this potential, you can analyze that silver is having high reduction potential and it is high tendency to undergo reduction. But in this option, silver reduces Fe3 plus is given. അത് പോസിബിൾ ആണോ? സിൽവറിനാണ് റിഡക്ഷൻ നടക്കുക. സിൽവറിനാണ് റിഡക്ഷൻ നടക്കേണ്ടത്. കാരണം സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം സിൽവർ ഏറ്റവും താഴത്താണ്. ഇനി മറ്റൊരു വഴി എന്താ വെച്ചാൽ E0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. E0 വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. റിയാക്ഷൻ വിൽ ബി ഫീസിബിൾ. ഇഫ് E0 സെൽ ഈസ് നെഗറ്റീവ്, റിയാക്ഷൻ വിൽ നോട്ട് ബി ഫീസിബിൾ. അങ്ങനെ ചെക്ക് ചെയ്താലും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ AJ സാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 89. The chemistry teacher asked a student to prepare 20% weight by weight solution of urea. യൂറിയയുടെ ഫോർമുല തന്നിട്ടുണ്ട് in water. Which one of the following solution does not conform to the required composition? So we are required to prepare 20% W by W. So 20% W by W means 20 gram solute, whatever. ഇവിടെ കൊടുത്തിരിക്കുന്ന യൂറിയാണ് പ്ലസ് 80 gram water റിസൾട്ടിങ് ഇൻ ടു 100 gram ഓഫ് സൊല്യൂഷൻ ആണ്. 100 gram ഓഫ് സൊല്യൂഷൻ. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ എ, വെയിറ്റ് ഓഫ് യൂറിയ 6, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സൊല്യൂഷൻ 6 + 24 % into 100. So this is 6 by 30 into 100. So this will be cancelled and 2, this is 20%. Therefore option A is not your answer. Option B, 20 divided by 20 plus 80, 100 into again 100. So this is 20%. So B is also not your answer. Then 10 by 10 plus 40, 50 into 100. So 2 and 10 into 2, 20, and that is also not your answer. Then 4 divided by 4 plus 16, because we need volume or weight of the solution. So 4 plus 16, 20 into again 100. So 20, 100 cut off and 5, 4 into 5, 20, and this is also not your answer. So the answer will be option E. Why? Because this is 15 divided by 15 plus 30, 45 into 100. So 15 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. So 100 by 3, 33.33% കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഇയിൽ ഈ ഒരു പറഞ്ഞ കോമ്പോസിഷൻ നിങ്ങൾക്ക് കിട്ടില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഇ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 90. ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് X and Y at 350 Kelvin and are 200 mm and 300 mm of Hg respectively. പ്രഷറിന്റെ 2 യൂണിറ്റുകളാണ് തന്നിരിക്കുന്നത്. പിന്നെ then the correct vapor pressure, same unit, millimeter of mercury, of an ideal solution containing X and Y in the mole ratio 3:2 at the same temperature. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈക്വൽ ടു P0X chi X plus P0Y chi Y എന്ന് എഴുതാം. ബിക്കോസ് എക്സും വൈ അവർ തന്നിരിക്കുന്നത്. പിന്നെ P0X പ്യുവർ വേപ്പർ പ്രഷർ 200 ആണ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. പക്ഷെ അവർ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ 3 ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 3 + 2 5. സോ ദിസ് ഇസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ്. പ്ലസ് അടുത്തത് 300 ആണ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 2 ഡിവൈഡഡ് ബൈ 5. സോ ഇത് രണ്ടും കട്ടായി കഴിയുമ്പം നിങ്ങൾക്ക് 40 കിട്ടും. ഇത് രണ്ടും കട്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് 60 കിട്ടും. സോ ദിസ് ഇസ് 120 + 120, ആൻസർ 240 വരും. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സൊല്യൂഷൻസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 91. ഇൻ ദി റിയാക്ഷൻ 3A gives products, the concentration of A decreases from 0.4 to 0.1 moles per liter in 20 minutes. Then the rate of decrease in A during this interval എന്നാണ് ചോദ്യം. റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എ ആണ് കേട്ടോ. റേറ്റ് ഓഫ് ദി റിയാക്ഷൻ അല്ല ചോദിച്ചേക്കുന്നത്, എയുടെ കോൺസെൻട്രേഷനിലെ ഡിക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ദി ഫൈനൽ സ്റ്റേജ് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്. പിന്നെ നിങ്ങൾക്കറിയാം എ റിയാക്ടൻ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു പുട്ട് നെഗറ്റീവ് സൈൻ ബൈ ടൈം ഡിഫറൻസ് 20 മിനിറ്റ്സ് അല്ലേ. നമുക്ക് ടൈം ടി കൊടുക്കാം. ദിസ് ഇസ് മൈനസ് ഓഫ് ഫൈനൽ
final concentration 0.1 minus initial concentration 0.4. So divided by 20. നിങ്ങൾക്ക് ഇവിടെ minus 0.3 minus of minus 0.3 divided by 20 എന്ന് വരും. So this is 30 by 3 by 200 വരും. 3 by 2 1.5 into 10 raised to minus 2, that is 0.015. ആൻസർ ഓപ്ഷൻ ബി വരും. ഇനി ഇതേ ചോദ്യം നിങ്ങളോട് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്നായിരുന്നെങ്കിൽ ഇവിടെ ഒരു 3 ഉണ്ട്, അതും കൂടെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ എ വന്നേനെ. ചിലപ്പോൾ ചില ആളുകൾ ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മളത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എയുടെ ഡിക്രീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 92. ദി ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 20 minutes ആണ്. The time required for 99.9% completion of the reaction. We know the shortcut. T 99.9% is equal to 2T half ആണ്. Sorry, 10T half ആണ് നമ്മുടെ ഷോർട്ട്കട്ട്. 10T half. So which is equal to 10 into T half 20, which is equal to 200 minutes ആണ്. Answer is option B ആണ്. B. Then അടുത്ത question 93. The critical temperature of some gases are methane 190, ammonia 405, carbon dioxide 304, normal butane 425, dihydrogen 33 Kelvin. The gas that is adsorbed to the maximum extent of 1 gram activated charcoal. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാക്സിമം അഡ്സോർപ്ഷൻ നടക്കുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ഉള്ള ആളായിരിക്കും. ഇതിൽ ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 425, ദാറ്റ് ഈസ് ഫോർ നോർമൽ ബ്യൂട്ടൈൻ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 94. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദി ഫിസിക്സ് ഓപ്ഷൻ ആണ്. ഫിസിക്സ് ഓപ്ഷനെ സംബന്ധിച്ച് തെറ്റേതാണെന്നാണ് ചോദ്യം. ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് വാൻഡർവാൾസ് ഫോഴ്സസ്. ഇത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഇത് ഫിസിക്സ് ഓപ്ഷന്റെ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്, അതും കറക്റ്റ് ആണ്, തെറ്റാണിത്. ഹൈ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് കെമീസ് ഓപ്ഷന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്, അതുകൊണ്ട് ആൻസർ സി വരും. ബാക്കിയുള്ളതെല്ലാം കെമീസ് ഓപ്ഷന്റെ ഫിസിക്സ് ഓപ്ഷന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർ ചോദിച്ചേക്കുന്ന ഫിസിക്സ് ഓപ്ഷൻ അല്ലാത്തത്. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത് മാച്ച് ദി ഫോളോയിങ്. സലൈൻ ഹൈഡ്രൈഡ് ഈസ് ഫോംഡ് ഡ്യൂ ടു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് ബെറിലിയം ആണ്. അപ്പൊ എയുടെ കോഡ് 3. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് നിങ്ങൾക്കറിയാം, ബോറോണിന്റെ എല്ലാ കോമ്പൗണ്ടുകളും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ നമ്മൾ എയും ബിയും കട്ട് ചെയ്തു, പിന്നെ ഉള്ളത് ഇതും കട്ട് ചെയ്തു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബാക്കിയുള്ള ചുമ്മാ എഴുതാം. ഇലക്ട്രോൺ പ്രിസൈസ്, ആവശ്യത്തിന് ഇലക്ട്രോൺ ഉള്ളത് മീഥേൻ, ആവശ്യത്തിൽ കൂടുതലുള്ളത് വാട്ടർ, മെറ്റാലിക് ഹൈഡ്രൈഡ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ വരിക. നിങ്ങൾക്കത് ആദ്യത്തെ 2 കിട്ടുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95. ദി മെറ്റൽ വിച്ച് ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ ടു ഗീവ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സോൾവേറ്റഡ് ഇലക്ട്രോൺ. എസ് ബ്ലോക്ക് എലമെന്റുകളുടെ മാത്രം പ്രത്യേകതയാണത്. ഇതിൽ ആകെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത് കാൽഷ്യം ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത് 97. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഡു നോട്ട് പ്രൊഡ്യൂസസ് ഡൈഹൈഡ്രജൻ. ഈ 4 പ്രോസസ്സുകളും അക്കോർഡിംഗ് ടു NCERT നൈട്രജന്റെ പ്രൊഡക്ഷൻ ആണ്. പക്ഷെ അമോണിയം നൈട്രേറ്റ് നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പം നൈട്രസ് ഓക്സൈഡും വാട്ടറും ആയിരിക്കും കിട്ടുക. സോ ഹിയർ അവർ നൈട്രജന്റെ പ്രൊഡക്ഷൻ അല്ലാത്തത് ചോദിച്ചേക്കുന്ന ആൻസർ ഓപ്ഷൻ ഇ ആണ്. 98th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. നിങ്ങൾക്കറിയാം, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഈസ് ടേക്കൺ ആസ് ദി റെഫ്രിജറന്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ എ. 99. Which of the following set of transition metals have high volatility എന്നാണ് ചോദ്യം. NCERT ഒരു ഡയറക്റ്റ് സെന്റൻസ് ഉണ്ട്. ട്രാൻസിഷൻ മെറ്റൽസ് വിത്ത് ആൻ എക്സെപ്ഷൻ ഓഫ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഹാവ് ലോ വോളറ്റിലിറ്റി എന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഇ വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ എന്ന് ഒരിക്കലും നമ്മൾ ഇവരെ വിളിക്കാറില്ല. പക്ഷേ NCERTലെ ഒരു ഡയറക്റ്റ് സെന്റൻസിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഇ എന്ന് എഴുതാം. പക്ഷേ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം എന്ന് എഴുതുള്ളൂ. കാരണം ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് സാധാരണയിലേക്ക് കുറച്ച് ഡിപ്പിലാണ് വരുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എന്നുള്ളൊരു വേർഡ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം. പക്ഷേ NCERTൽ കിടക്കുന്ന ഡയറക്റ്റ് സെന്റൻസ് അനുസരിച്ച് ആൻസർ ഈസ് ഓപ്ഷൻ ഇ പറയാൻ പറ്റുള്ളൂ. അടുത്തത് 100. ബോത്ത് Cr2+, ക്രോമിയം 2+ഉം അതുപോലെ മാംഗനീസ് 3+ഉം ആണ് തന്നിരിക്കുന്നത് അല്ലെ. ക്രോമിയത്തിന് ഇഷ്ടമുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ഉം മാംഗനീസ് ഇഷ്ടമുള്ളത് +2 ആണ്, 2+. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓക്സിഡേഷൻ നടന്നു, അപ്പൊ ഇത് റെഡ്യൂസിങ് ഏജന്റും, ഇങ്ങോട്ടേക്ക് റെഡ്യൂസ് ചെയ്തു, അപ്പൊ ഇത് ഓക്സിഡൈസിങ് ഏജന്റും. സോ Mn3+ ഓക്സിഡൈസിങ്ങും Cr3+ റെഡ്യൂസിങ്ങും. ആൻസർ ഈസ് ഓപ്ഷൻ ബി വരും. സോ 101
101. The complexes CONH3 5 times NO2 Cl2 and this one R. ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആകെ വ്യത്യാസമുള്ള NO2 and ONO. സോ ലിങ്കേജിലുള്ള വ്യത്യാസമുള്ളതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഇ വരും. ലിങ്കേജ് ഐസോമേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 102. വിച്ച് one of the following is not an ore of iron? മാഗ്നസൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ഇത് അയണിന്റെ ഓർ അല്ലാത്തതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇത് Fe2O3, Fe3O4, FeCO3, FeS2 ബാക്കിയെല്ലാം അയണിന്റെ ഓറുകളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. 103. The overall complex dissociation equilibrium constant for this complex is 5 into 10 raised to minus 12. ഇത് ഏത് കോൺസ്റ്റന്റ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. into 10 raised to minus 12. So 0.2 into 10 raised to 12, that is 2 into 10 raised to 11. Answer is option D വരും. അങ്ങനെ മൊത്തം 103 ക്വസ്റ്റ്യൻ ഫ്രം 104 ടു ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്ത ആൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങളുടെ ആൻസർ കീ ഓൾറെഡി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കീമിന്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ കീയും ചെക്ക് ചെയ്യാം. ഓക്കെ, ബ്രില്യൻറ്റിൻ്റെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഓക്കെ. Okay, so next 104. Alkane is a saturation hydrocarbon, that is A3. Next, alicyclic compound. Alicyclic compound is having cyclo compound, cyclohexene, benzenoid aromatic compound, normal phenol, non-benzenoid aromatic compound, tropolone. Because non-benzenoid means it is containing 7-member cycle with keto branch and also OH, ol. Next, heterocyclic compound having oxygen as one of the cyclic atom, heterocyclic atom. That means answer B. Next, the elemental mass of carbon gives. So carbon given 38.71 by 12 gives nearly 3.22. Next, hydrogen same 9.67 by 1 is equal to 9.67. And the next one is oxygen. Balance amount is oxygen. That is on solving gives balance amount for oxygen is 51.62 by 16, 3.22. So simple ratio is equal to by 3.221 by 3.223 by 3.221. So that means 131. Answer B. Next, which contains only primary and tertiary carbon atoms. Only primary, tertiary carbon atoms. That means 2,3-dimethyl butane. This is butane, second and third having methyls. So this is primary, 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 but this is tertiary, this tertiary. So all contains primary and tertiary. Primary, 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 tertiary. So 2,3-dimethyl butane, answer C. Next, the number of sigma bonds, pi bonds, the 2 N-propyl pent-1-ene. So pent-1-ene, that is 1, 2, 3, 4, 5, pent. 1-ene, first carbon, double bond. And propyl, propyl CH2, CH2, CH3. So first take the number of carbon atoms. CH3, CH2, CH2, C, CH2,
CH2, CH2, CH3. So first take the carbon atoms. 1, 2, 3, 4, 5, 6, 7, 10, 12, 14, 16, 18, 20, 23. 23, one sigma bond, that is answer B. Next, which gives isomeric 4 monochloro products on chlorination. So 4 monochloro products means 2-methyl butane. This is called butane and it is called 2-methyl. So what are the products means? First one formation at maybe here and here both are same. 1, 2, 3 and 4, because this primary both are different one. That's why 4 isomeric products possible from option number C. Next, aryl chlorides on warming with water forms corresponding phenol. So phenol formation means that has to contain strong electron withdrawing effect from nitro branch. So there are 3 nitro branches on the option number C, that is 2,4,6. So 2,4,6 trinitrochlorobenzene. Chlorine is easily substituted by OH group on action of H2O or water. So H2O substitute this chloride very easily to form phenol at room temperature itself without any heating because of strong electron withdrawing effect of NO2 branch minus R effect and also minus sign. That's why 2,4,6 trinitrochlorobenzene. Resorcinol, this is the direct one, structure according to phenol dihydroxy compound OH and OH, that is meta hydroxy, one more OH. So 1, 2, 3 numbering given, benzene 1, 3 diol, that is answer A. Next, correct order of structure of acidity of phenolic compounds. First one is metanitrophenol. Metanitrophenol means meta position, no resonance, only minus I working for phenol. Minus I group increase the acidity of phenols. Second one is called paracresol, that is liberation effect, releasing effects. CH3 is a releasing effect. Third one, paranitrophenol. Nitro contains at para both minus R and also minus I, strong electron withdrawing. Fourth one, direct phenol, neither releasing nor withdrawing. So strong withdrawing effect is number 1. 3 more than, next 1. 1 more than 4. 4 more than, that is paracresol number 2. So 3, 1, 4, 2. Answer A. Valinaldehyde. Valinaldehyde means made up of 5 carbon atoms. So direct straight chain of 5 carbon atoms. 1, 2, 3, 4, 5 carbons. So answer A is called valinaldehyde because directly common name having 5 carbon atoms of aldehyde. Next, the toluene on treatment with chromic oxide and acetic anhydride at 273 to 283 Kelvin. So here small confusion in the question is, this is stop up to here only, no next step. Next step means hydrolysis is not taken here. So what is the product means? Toluene CH3 plus CrO3 plus CH3CO twice O acetic anhydride 273 to 283 Kelvin gives jam diacetate OCOCH3 twice, that is called benzylidene diacetate. Benzylidene diacetate. That means this is stop up to here only. If it is further hydrolysis given, then it gives benzaldehyde as a final product. But here no further hydrolysis given, just heating up to 273 to 283 Kelvin means first step only to form benzylidene diacetate. Answer B.
methanamine, ethanamine, benzenamine, N-methylamine and N-dimethyl aniline, weakest to strongest base. Just select aromatic, aliphatic. Aromatic always weaker base than aliphatic. So basic nature is considered. Basic nature. Aliphatic amines are strong bases. Aliphatic amines are stronger than aromatic amines. So methanamine is aliphatic amine. So it is aliphatic amine. This is also aliphatic amine. Ethanamine. Benzenamine means aniline. It is aromatic amine. N-methyl aniline. This is also aromatic. N-dimethyl. This is also aromatic. But dimethyl gives little releasing effect. Benzenamine direct aniline having electron participation into resonance or conjugation. Therefore, benzenamine is taken as a weakest base because of conjugation of lone pair of electron with benzene ring or phenyl ring. But in case of methane and ethanamine, ethanamine contains strong releasing effect, more plus I effect, more plus I, more basic in nature. So ethanamine is a strong base and benzenamine is the weakest base. Asking first weakest, next strongest, benzenamine and ethanamine. That is answer D. The product found in benzene diazonium fluoborate. The direct formula wise only. Formula for benzene fluoborate N2 plus diazonium BF4 minus. This on heating with aqueous solution of Na, NO2, Na plus NO2 minus. So just means the elimination of sodium and BF4 minus, sodium fluoborate, N2 gas liberation occurs, NO2 attached to nitro group as nitrobenzene product plus N2 plus NaBF4, sodium fluoborate. So nitrobenzene, answer E. Polysaccharide. Glycogen is a polysaccharide. Lactose, maltose, sucrose are disaccharides. Glucose is a monosaccharide. Next one. Which of the following is added to salt to control hypothyroidism? It is given NCERT wise. Sodium iodide is the correct one to control the hypothyroidism. That is answer C. Which is conveyor belt is manufactured means neoprene, gaskets and conveyor belt preparing from the neoprene polymeric application. Next, non-narcotic, paracetamol and aspirin generally using as non-narcotic drugs. That is why answer C. Remaining morphine, codeine, heroin belongs to narcotic drugs. Primary precursor of photochemical smoke that can be metabolized by plants such as juniperus and pyrus. Nitrogen dioxide and also hydrocarbon generally present as photochemical smoke in the primary precursors, that is nitrogen dioxide in this one. That is answer A. Okay, thank you. So, we have paper 1 in the discussion. We have chemistry and physics. We have maths in the discussion. We have maths in the discussion live. You already site publish it. That's the video. Thank you very much.